പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതിയിൽ നമുക്കിരിക്കാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 44-ാമത്തെ തിരുവചനം. ഈശോ പിശാചിന് എഴുതി കൊടുക്കുന്ന ഒരു കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് എന്ന് പരാമർശിക്കപ്പെടാറുള്ളൊരു വചനമാണിത്. പിശാചിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റാണ്. 2 കാര്യങ്ങൾ അവിടെ പിശാചിനെ പറ്റി ഈശോ ആധികാരികമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ 2 കാര്യങ്ങൾ നമ്മിലേക്ക് അല്പം പോലും കയറി വരുന്നില്ല എന്ന് നമ്മൾ ഉറപ്പാക്കുകയും ചെയ്യണം. പരിശുദ്ധാത്മാവോട് ചേർന്ന് പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും 2 കാര്യങ്ങൾ. യഹൂദര് ഈശോയിൽ വിശ്വസിക്കാതെ തർക്കിച്ച് നിൽക്കുമ്പം ഈശോ അവരുമായിട്ട് സംസാരിക്കുന്നു. ആ സംസാരത്തിൽ ഈശോ പറയുകയാണ്, 44-ാം വാക്യം, നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ്. നിങ്ങളുടെ പിതാവിന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അവനാകട്ടെ ആദ്യം മുതൽ കൊലപാതകിയാണ്. അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല. അപ്പോൾ 1-ാമത്തെ ക്ലോസ് സ്വഭാവ സർട്ടിഫിക്കറ്റിനകത്ത് ഈശോ ചേർത്തിരിക്കുന്നത്, അവൻ കൊലപാതകിയാണ്, കൊല്ലുന്നവനാണ്, നശിപ്പിക്കുന്നവനാണ്. അതവന്റെ സ്വഭാവമാണ്. ആദ്യം മുതലേ അങ്ങനെയാണ്. പെട്ടെന്ന് നമ്മൾ ഓർമ്മിക്കുന്നത് കായേന്റെ അനുഭവമാണ്. കായേൻ കൊലപാതകിയായി. അതെങ്ങനെ സംഭവിച്ചു? ഇവിടെ ഒന്ന് കൈ അടയാളം പിടിച്ചുകൊണ്ട് തന്നെ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 4-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. നമുക്ക് തിരിച്ചിങ്ങോട്ട് വരണം. അതിനു മുമ്പ് ആദ്യം മുതലേ കൊലപാതകിയാണ് എന്ന് പറയുമ്പം ആദിയിലെ ഒരു കൊലപാതകം, 1-ാമത്തേത് ആബേല് വധിക്കപ്പെട്ടതാണ്. അത് കായേനാണ് അതിന്റെ പുറകിൽ, അതിന് ഉപകരണമായത് പിശാചിന്റെ കരങ്ങളില്. പിശാചിന്റെ കരങ്ങൾ അവിടെ എങ്ങനെയാണ് വെളിപ്പെട്ടത്? പിശാചിന്റെ സാന്നിധ്യം നമുക്കറിയാം. സംഭവം, ബലിയർപ്പിച്ചു കായേൻ. ആദ്യം ബലിയർപ്പിച്ചത് കായേനാണ്. ആ രീതിയിൽ ഒരുപക്ഷെ ആബേലിനേക്കാൾ മുമ്പിലാണ് കായേൻ. മൂത്ത ആളായതുകൊണ്ട് ഒരുപക്ഷെ അങ്ങനെ അവകാശമുണ്ട്. പക്ഷേ കായേന്റെ ബലി ദൈവം സ്വീകരിച്ചില്ല. ആബേല് അർപ്പിച്ചു, ആബേലിന്റെ ബലി സ്വീകരിച്ചു. ദൈവം എന്തിനാ ഒരു പക്ഷഭേദം കാണിച്ച് നമുക്ക് വേണം തോന്നിപ്പോകും. 2 പേരുടെയും ബലി സ്വീകരിച്ചിരുന്നെങ്കിൽ കായേൻ അസ്വസ്ഥ വരികയില്ലായിരുന്നല്ലോ. കായേനല്ലേ ആദ്യം ബലി അർപ്പിച്ചത്. വിളവുകൾ, കായ്കനികളാണ് കായേന് അർപ്പിച്ചത്. ആബേല് ആട്ടിൻ കുഞ്ഞിനെയാണ് അർപ്പിച്ചത്. അതിന്റെ വ്യത്യാസം കൊണ്ടാണോ? തമ്പുരാൻ നോൺ വെജ് ആയതുകൊണ്ടാണോ? വെജ് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ കായേനെ ഇഷ്ടപ്പെടാതിരുന്നത്? നമുക്കറിയാം, അവരുടെ അധ്വാനത്തിന്റെ ഫലമാണ് അവരർപ്പിച്ചത്. ആബേല് ആട്ട് മേയ്ക്കുന്ന ആളായിരുന്നുകൊണ്ട് അങ്ങനെ. അപ്പൊ നോൺ വെജിന്റെ വിഷയമല്ല, വേറെ എന്താണ് വിഷയം എന്നിവിടെ വ്യക്തമാകുന്നുണ്ട്. അപ്പം 5-ാം വാക്യം, എന്നാൽ കായേനിലും അവന്റെ കാഴ്ച വസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചില്ല. ഇത് കായേനെ അത്യധികം കോപിപ്പിച്ചു. അവന്റെ മുഖം കറുത്തു. കർത്താവ് കായേനോട് ചോദിച്ചു, നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതുക്കെ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അപ്പൊ കായേന് പോരായ്മ വന്നത് ഉചിതമായിട്ടല്ല പ്രവർത്തിച്ചതെന്നാണ് വചനം പറയുന്നത്. ഉചിതമായി പ്രവർത്തിച്ചില്ല. അപ്പം നമ്മൾ വീണ്ടും മുകളിലേക്ക് ഒന്ന് തിരിഞ്ഞു ചെന്നിച്ചിട്ട് 2 പേരും ചെയ്ത് എന്താ, അതേപ്പറ്റി എന്താ നമുക്ക് വചനത്തിൽ വിശദാംശം വല്ലതും ഉണ്ടോ? 3-ാം വാക്യം, ഒരിക്കൽ കായേൻ തന്റെ വിളവിൽ ഒരു ഭാഗം കർത്താവിന് കാഴ്ച സമർപ്പിച്ചു. വായിക്കും, വലിയ കുഴപ്പമില്ല. ആബേൽ എന്താ ചെയ്തത്? ആബേൽ തന്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞുൽ കുഞ്ഞുങ്ങളെ എടുത്ത് അവയുടെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ കാഴ്ചവെച്ചു. അപ്പോൾ ഒരു വ്യത്യാസമുണ്ട്. കായേൻ പ്രത്യേകമായിട്ട് സെലക്ട് ചെയ്ത് അല്ല, വിളവിൽ ഒരു ഭാഗം. ഇന്ന് ബലിയർപ്പിക്കാനുള്ള ദിവസമാണല്ലോ, സമയം പോയല്ലോ. ഓടിച്ചെന്ന് കലപ്പുര തുറന്നിട്ട് കൈ കിട്ടിയ കുറെ എടുത്തു കൊണ്ടുവന്നിട്ട് അർപ്പിച്ചു. വിളവിൽ ഒരു ഭാഗം അർപ്പിച്ചു എന്ന് പറഞ്ഞാലും തെറ്റ് തോന്നിയല്ലാത്ത പോലെയാണ് വചനത്തിന്റെ പരാമർശനം കിടക്കുന്നത്. ആബേലിന്റെ ബലിയെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല, എടുത്താണ്. പിന്നെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞുൽ കുഞ്ഞുങ്ങളെ ഒരു സെലക്ഷൻ അവിടെയുണ്ട്. എന്നിട്ട് മൊത്തമല്ല, അവിടെ കൊഴുപ്പുള്ള ഭാഗം മാത്രം.
അപ്പൊ അവിടെ ഒരു ശ്രദ്ധയുണ്ട്, ഉചിതമായ രീതിയിലാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഈ രണ്ടാം പ്രമാണത്തിലേക്കും കൂടി ഒന്ന് എത്തി നോക്കാൻ നമുക്ക് സമയം വേറെ അത് ഇല്ലാത്തത് കൊണ്ട്. രണ്ടാം പ്രമാണം എന്താണ്? കർത്താവിന്റെ നാമം വൃഥ ഉപയോഗിക്കരുത്. കർത്താവിന്റെ നാമം വൃഥ ഉപയോഗിക്കരുതെന്നുള്ളതിന് ഞാനിപ്പോ കുമ്പസാരം എന്നെ കണ്ടോണ്ടുള്ള ഒരു വിചിന്തന ഇപ്പൊ എടുക്കാൻ നമുക്ക് സാവകാശമുള്ളൂ. നമ്മൾ ദൈവത്തിന്റെ നാമം അതേപടി അസ്ഥാനത്ത് അനാദരവായിട്ട് പറയരുത്. വലിയ പന്നിക്കൂട്ടനെ കണ്ടിട്ട് എന്റെ തമ്പുരാനെ, എന്റെ ദൈവമേ, ഇത് എന്ത് പന്നിയാന്നൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ ദൈവത്തെ അല്ല മനസ്സിൽ ഓർക്കുന്നത്, പന്നിയാണ് ഓർക്കുന്നത് എന്ന് പറഞ്ഞ പോലെയൊക്കെയുള്ള ഒരു അശ്രദ്ധമായ അനാദരവിന്റെ അവസരങ്ങളിലൊക്കെ ആ തമ്പുരാന്റെ നാമം എടുക്കരുത്. നമ്മൾ ചിലപ്പം വേണേ ഓർക്കാവോ, ദൈവം വലിയ ആളായതുകൊണ്ട് ദൈവത്തിന്റെ നാമം ഇങ്ങനെ ഒത്തിരി പൊക്കി പിടിച്ചിരിക്കേണ്ട, ദൈവം ഡിമാൻഡ് ചെയ്യുകയാണോ അങ്ങോട്ട്, തമ്പുരാൻ അങ്ങനെ വലിയ ഡിമാൻഡിങ് ആണോ എന്നൊക്കെ വേണേ ഒരു വശത്ത് വേണമെങ്കിൽ ഒരു യുക്തി വെച്ച് വേണമെങ്കിൽ ചിന്ത വരാൻ വേണമെങ്കിൽ, യഥാർത്ഥത്തിൽ തമ്പുരാൻ എന്തെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് ഡിമാൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരാവശ്യവും ഇല്ല. കാരണം ദൈവത്തിൽ ഒന്നിനും ഒരു കുറവില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തമ്പുരാൻ ചിട്ട വെക്കുന്നത്? അത് നമുക്ക് വേണ്ടിയിട്ടാണ്. നമുക്കതെങ്ങനെയാ ഉപകാരപ്പെടുന്നത്? ദൈവത്തിന്റെ നാമം വൃഥ ഉപയോഗിക്കരുത്. അതൊരു അരുത് ചേർത്താണ് പണ്ട് കൽപ്പന തന്ന എല്ലാ അരുതുകളായിട്ടാണ്. എളുപ്പത്തിൽ ആൾക്കാർക്ക് തിരിയാൻ വേണ്ടിയാണ് തൊട്ടേക്കരുത്, അങ്ങോട്ട് പോയേക്കരുത്, എന്നാ ചെയ്യേണ്ടതെന്നുള്ളതിനേക്കാൾ അരുതായിട്ട് പറഞ്ഞു വന്നിരിക്കുന്നത്. ഇതിന്റെ ചെയ്യേണ്ട ഭാഗം എന്താണ്? ദൈവത്തിന്റെ നാമം ആദരവോടെ, ബഹുമാനത്തോടെ, വിശ്വാസത്തോടെ നമ്മൾ സ്വീകരിക്കണം. ഇനി അത് വാച്യാർത്ഥത്തിൽ പറയുമ്പോൾ കൃത്യം പറഞ്ഞ പോലെ ദൈവം എന്നുള്ള വാക്ക്, ഈശോ, പരിശുദ്ധാത്മാവ്, ആ വാക്കുകൾ മാത്രമാണ് വാച്യാർത്ഥത്തിൽ വരുന്നത്. ഹല്ലേലൂയ. എന്നാൽ അതിന്റെ അല്പം വിശദീകരണം തൊട്ട് അപ്പുറത്തോട്ട് നോക്കുമ്പം ദൈവത്തിന്റെ നാമം വഹിക്കുന്ന സകല കാര്യങ്ങളും അതിനകത്ത് വരും. ദൈവത്തിന്റെ നാമം ഒരു വാക്കിനെ പറ്റി മാത്രമല്ല ഈ കൽപ്പന പറയുന്നത്. ഒന്നാം കൽപ്പന, ഈ കൽപ്പനകളെല്ലാം ഒരു ക്രമമുണ്ട്. ഒന്നാം കൽപ്പന, ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്, വേറൊരു ദൈവം നിനക്കുണ്ടാകരുത്. മറ്റ് ദേവന്മാര് ദേവികളെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ഒന്നും ഇല്ലാത്തത്, അതൊന്നും ഇല്ല. അതിന്റെ പുറകെ പോയാൽ നിങ്ങൾ വലിയ കുഴിയിൽ പോയി ചാടും. നിങ്ങളെ രക്ഷിക്കാൻ അവിടെ ആരും ഇല്ല, ഒറ്റ ദൈവമേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും അമാനുഷികമായ ശക്തി എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് സൂപ്പർ നാച്ചുറൽ എന്ന് പറയുന്ന തലത്തില് എല്ലാ ഉറവിടവും ദൈവത്തിന്റെ തന്നെയാണ്, വേറെ ദൈവവും ഇല്ല. ദൈവത്തിന്റെ ശക്തി മലാഖമാരിലൂടെ, വിശുദ്ധരിലൂടെ, ദൈവികമായ കാര്യങ്ങളിലൂടെ, വചനത്തിലൂടെ ഒക്കെ ഒഴുകി വരുന്നില്ല, അവിടെ നിന്നുള്ള ശക്തി തന്നെയാണ്. ആ തമ്പുരാനെ മാറ്റിവെച്ചിട്ട് ശക്തി നമുക്ക് എവിടെയെങ്കിലും എടുക്കാൻ അതിമാനുഷികമായിട്ടുണ്ടെങ്കിൽ അത് തമ്പുരാന്റെ ശക്തി ഒരിക്കൽ കിട്ടിയിട്ട് പിഴച്ച് പിശാചായി മാറിയ അവനേ ഉള്ളൂ സൂപ്പർ നാച്ചുറൽ ശക്തി. വേറെ എവിടെയാ സൂപ്പർ നാച്ചുറൽ ശക്തി ഇരിക്കുന്നത്? പിന്നെ ഉള്ളത് നാച്ചുറൽ നമ്മളൊക്കെയ, നമ്മുടെ ശക്തികളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പൊ എവിടെയെങ്കിലും ദൈവത്തെ അല്ലാതെ ഒരു സ്ഥലത്തുനിന്നും അസാമാന്യമായ, അതിമാനുഷികമായ, അതിസ്വാഭാവികമായ ശക്തി നമുക്ക് എടുക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ ഉറവിടം അപകടമാണ്. അതുകൊണ്ട് തമ്പുരാൻ കർക്കശമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒന്നാം കൽപ്പന. രണ്ടാമപ്പോ പുറമേ ഉള്ള എല്ലാ ഇതിക്ക് ഒഴിവാക്കിയിട്ട് തന്നിലേക്ക് വരാൻ പറയുമ്പം ഇനി ദൈവത്തെങ്കിലേക്ക് വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് ദൈവത്തെ സമീപിക്കേണ്ടതെന്നുള്ള രണ്ടാം കൽപ്പന പറയുന്നത്. അവിടെ നമ്മൾ ദൈവത്തെ ദൈവമായിട്ട് സമീപിക്കണം. തന്നെ അങ്ങനെ പറയുന്നത്. ദൈവത്തെ ദൈവമായിട്ട് സമീപിക്കാൻ പറ്റുമോ? മത്തായി 10:41 പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു. എന്താ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? പ്രവാചകനെ പ്രവാചകനായി സ്വീകരിച്ചാലേ പ്രവാചകന്റെ പ്രതിഫലം കിട്ടുള്ളൂ. നമ്മുടെ കഴിഞ്ഞ ദിവസം കണ്ട് ഈശോ സ്വദേശത്ത് വന്നു കഴിഞ്ഞപ്പം അവര് പറഞ്ഞു, ഇവനാ തച്ചന്റെ മോനല്ലേ, ഇവന്റെ അപ്പനെ അമ്മയെ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെയൊക്കെ നമുക്കറിയാൻ പാടില്ല. സഹോദരൻ എന്ന് പറയുന്നത് കുടുംബാംഗങ്ങൾ അവര് നമുക്കറിയാൻ പാടില്ലേ? ഇവനെവിടുന്ന് എത്ര വലിയ സിദ്ധി അറിവ് കിട്ടുന്നത്? പ്രവാചകനെ ദൈവപുത്രനെ തച്ചനായിട്ട് അവര് കണ്ടു. അപ്പൊ അവർക്ക് ഈശോയിൽ നിന്ന് പരമാവധി കിട്ടാവുന്ന കാര്യം എന്താ? അതുപോലെ സ്റ്റൂള് കാലൊടിഞ്ഞുകൊണ്ട് നന്നാക്കി വെക്കാം, കട്ടില് പോയതുണ്ടെങ്കിൽ കേടുപോക്കാം. തച്ചന്റെ പണി ഈശോയെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും അവർക്ക്. അതിനപ്പുറം അവർ ഈശോയെ ഒന്നും കരുതിയിട്ടില്ല.
തച്ചന്റെ പണി ചെയ്യാൻ ഈശോയുടെ മനസ്സല്ലാത്തതുകൊണ്ട് ഈശോയ്ക്ക് അവിടെ പണിയില്ല, ഒന്നും ചെയ്യാനില്ല, കടന്നു പോവുകയാണ്. ഒരു പൊട്ടക്കഥ നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും, ഞാൻ പറയുകയാണ്. പണ്ടത്തെ നമ്മൾ മുതിർന്നവരൊക്കെ ചെറുപ്പമായിരുന്നപ്പം ഞാൻ എവിടെയോ വായിച്ചൊരു കഥയാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അന്നത്തെ കാലത്തില് ഒരു നാട്ടിലെ ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരമ്മയും മോനും തന്നെ ജീവിക്കാൻ മാർഗമില്ല. അവൻ ഇച്ചിരി പഠിക്കാൻ മെടുക്കനാ, പഠിച്ചു കയറി അവൻ അമേരിക്കയിൽ ജോലി കിട്ടി. അവൻ അമേരിക്കയ്ക്ക് പോയി. അന്നിങ്ങനെ വിമാനത്തിലോ കപ്പലിലോ കയറിപ്പോയി. ഇനി ഇല്ലൻ്റെ എടുത്തയച്ചെങ്കിൽ ഇവിടെ വരുള്ളൂ. ഇല്ലൻ്റെ അല്ല, എന്നതാ മറ്റേ എയർമേലൊക്കെ അങ്ങനെ പറയണം. അപ്പൊ അതൊക്കെ ആഴ്ചകളും മാസങ്ങളൊക്കെ എടുക്കും അങ്ങോട്ട് കത്ത് ഇങ്ങോട്ട് വന്നൊക്കെ പോകാൻ. ഫോണും പരിപാടിയൊന്നും ഇല്ല. അപ്പം ഇനി എന്നാ കാണുന്ന പോലും അറിയത്തില്ല, എത്ര വർഷം കഴിഞ്ഞാണ്. അപ്പൊ അമ്മ ഒരു കാര്യമായിട്ട് പറഞ്ഞു വിട്ട്, മോനെ ചെന്നിട്ട് എടുത്തയക്കണം, വിവരമെല്ലാം അറിയിക്കണം, കുരുത്തക്കേടൊന്നും കാണിക്കരുത്, പൈസ എല്ലാം സൂക്ഷിച്ചു വെക്കണം, അയച്ചു തരണം, നമുക്ക് വീട് ശരിയാക്കണം, നിനക്ക് കല്യാണം വേണ്ടേ, കടം വീട്ടണം, അങ്ങനെയെല്ലാം. നല്ല പയ്യൻ അങ്ങനെയെല്ലാം ഏറ്റുപോയി. ചെന്ന് 1.5 മാസം കഴിഞ്ഞപ്പോൾ 2 മാസം കഴിഞ്ഞപ്പോൾ എടുത്തു വന്നു. അമ്മ ഞാനിവിടെ എത്തി, സുഖമായിരിക്കുന്നു ഒക്കെ പറഞ്ഞിട്ട്. അപ്പം അമ്മ അത് വായിക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ട് അയലോക്കത്തെ വീട്ടിൽ കൊണ്ടാണ് വായിപ്പിക്കുന്നത്. അപ്പൊ അവർ വായിച്ച് കേൾപ്പിച്ചു. ഇതാണ് അമ്മയ്ക്ക് സന്തോഷമായി. അങ്ങനെ പിന്നെ ഒരു 1-2 മാസം കഴിഞ്ഞപ്പം വേറെ കത്തൂറ് വന്നു. അമ്മ എനിക്ക് ജോലി കിട്ടി, ശമ്പളം കിട്ടാൻ തുടങ്ങി, ഞാൻ ചെറിയ പൈസ അമ്മയ്ക്ക് അയക്കുകയാണ്, അമ്മ സന്തോഷമായിട്ടിരിക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞെടുത്ത് അമ്മ ഈ കത്തും കൊണ്ട് അയലോക്കത്ത് കൊണ്ട് വായിച്ച് മനസ്സിലാക്കി. അപ്പൊ ഇങ്ങനെ 2-3 മാസം കൂടുമ്പോൾ ഇങ്ങനെ കത്ത് വന്നോണ്ടിരുന്നു. പൈസ അയക്കാമെന്നും പറയുന്നുണ്ട്, പക്ഷെ പൈസ ഒന്നും വന്നില്ല. അമ്മ എല്ലാ കത്തും അമ്മ പൊട്ടിച്ച് നോക്കും പൈസ ഉണ്ടോന്നറിയാൻ. പക്ഷെ എഴുത്തിനകത്തൊന്നും പൈസ ഇല്ല. എഴുത്തുണ്ട്, പിന്നെ അതുകൊണ്ട് കുറച്ച് പടമൊക്കെ അയച്ചു തരുന്നുണ്ട് അവൻ. ആ പടം അമ്മ നോക്കിയിട്ട് ആദ്യത്തെ പടമൊക്കെ ഭംഗിയായിട്ട് മേശപ്പുറത്തൊക്കെ വെച്ചു. കാണാൻ ഒരു ചേരുവില്ല. പിന്നെ കുറെ ഭിത്തിയൊക്കെ ഒട്ടിച്ചു, മോൻ അയച്ചതല്ലെന്ന് ഓർത്ത്. പിന്നെ ബാക്കി പടമൊക്കെ അവിടെ ഇട്ടച്ചു. അങ്ങനെ അയലോക്കാരൊക്കെ ഓർത്ത് ഈ മോൻ എന്തൊരു വൃത്തികെട്ടവൻ, നന്ദിയില്ലാത്തവൻ, അവൻ പോയിട്ട് സുഖമായിട്ട് കഴിയുന്നിട്ട് ഈ തള്ളയ്ക്കൊരു പൈസ അയച്ചു കൊടുക്കുന്നില്ല. എന്നിട്ട് അയൽക്കാരാണ് തള്ളയ്ക്ക് അത്യാവശ്യം വരെ പൈസ കൊടുക്കുന്നത്. അങ്ങനെ കടം മേടിച്ച് കഴിയുകയാണ്. വിചാരിക്കുക കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മ തീരെ അവശതയായി, ഏക്കാൻ മേലാതെ കിടപ്പായപ്പം അയലോക്കുകാരെല്ലാം കൂടെ ചെന്ന് കയറി വീട്ടിൽ ചെല്ലുക, ആശുപത്രി കൊണ്ടുപോകാൻ. പൈസയൊക്കെ പിരിച്ചെടുത്ത് വീട്ടിൽ ചെന്ന് അവരമ്മയെ ഒയ്യെ പൊക്കിയെടുത്ത് പെണ്ണുങ്ങളൊക്കെ കയറി തുണിയൊക്കെ എടുത്ത് എല്ലാം അടുക്കി പെറുക്കുമ്പം ചില വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യൻ അയലോക്കത്തുണ്ട്. അങ്ങേരി കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. അങ്ങേര് നോക്കിപ്പോണ്ട് ഈ മേശപ്പുറത്തെല്ലാം അമേരിക്കൻ ഡോളറുകൾ കിടക്കുകയാണ്. അങ്ങേര് നോക്കി 100-ന്റെയും 500-ന്റെ ഒക്കെ ഡോളറാണ്. നോക്കുന്നിടത്തെല്ലാം ഡോളർ, ഭിത്തിയെക്കൂടിയും ഇല്ല. അങ്ങ് വെച്ചാൽ അമ്മ ഇതെന്താ ഇത്രയും പൈസ ഉണ്ടായിട്ട്? എവിടെയാ പൈസ? അത് മുഴുവൻ പടമല്ലേ മോനെ? അതെ കൊച്ചയച്ചു തരുന്ന. അവൻ എന്നും ഒരു പടം തന്നെ അയച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് കുറെയെല്ലാം ഒട്ടിച്ചു വെച്ചു, കുറെ ഭിത്തിയെ കൂടെ വെച്ചു, ബാക്കി അങ്ങാണ്ടെല്ലാം കിടപ്പുണ്ട്. ഞാനത് പറയുന്നത് നേരത്തെ പൊട്ടക്കഥയാണ് ഞാൻ പറഞ്ഞു. പടമാണെന്നോർത്ത് 500-ന്റെയും 1000-ന്റെയും ഡോളറിനെ സ്വീകരിച്ചപ്പം അമ്മയ്ക്ക് എന്തിന്റെ ഉപകാരം കിട്ടി? പടം ഒട്ടിച്ചു വെക്കുന്നതിന്റെ ഉപകാരം കിട്ടി. വേറൊന്നും കിട്ടുന്നില്ല. പടം ഒട്ടിച്ചു വെക്കുന്നതിന്റെ ഉപകാരം കിട്ടിയുള്ളൂ. ഈ കാഴ്ചപ്പാടിലാണ് നമ്മൾ 2-ാം പ്രമാണത്തെ കാണേണ്ടത്. പ്രവാചകനെ പ്രവാചകനായിട്ട് സ്വീകരിച്ചെങ്കിലേ പ്രവാചകന്റെ പ്രതിഫലം കിട്ടുള്ളൂ. ഈശോയെ ദൈവപുത്രനായിട്ട് സ്വീകരിച്ച ദൈവപുത്രന്റെ സ്പർശനം കിട്ടും. രക്തസ്രാവക്കാരി സ്ത്രീ അവന്റെ വസ്ത്രത്തിന്റെ വെളു തൊട്ടാ മതി, സൗഖ്യം കിട്ടും. തച്ചനായിട്ട് കണ്ടടുത്ത് വന്നവർക്ക് തച്ചന്റെ സാന്നിധ്യം കിട്ടുള്ളൂ. ഇതൊരു വലിയ പ്രമാണമാണ്, അടിസ്ഥാന യാഥാർത്ഥ്യമാണ്. അപ്പം ഈ പ്രമാണം പടി എന്താണ്? നമുക്ക് ദൈവികമായ സഹായങ്ങള് നിറയെ ലഭിക്കാൻ തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2-ാം പ്രമാണം. ഇനി വളരെ പ്രായോഗികമായ കാര്യങ്ങളിലേക്ക് വന്നേ. പ്രായോഗികമായ കാര്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പം ദൈവത്തിന്റെ തിരുനാമം വഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. വിശുദ്ധ കുർബാന. ഈ വിശുദ്ധ കുർബാനയെ ഈശോയുടെ തിരുശരീരം, സജീവ സാന്നിധ്യം, തിരു രക്തമായിട്ട് ആ വിശ്വാസത്തിന്റെ കരുതലോടെ വന്ന് കുർബാന സ്വീകരിക്കുന്ന വ്യക്തിക്ക് ദിവികാരുണ്യനാഥന്റെ പ്രതിഫലം കിട്ടുള്ളൂ,
സാന്നിധ്യം ആകുള്ളൂ. ഫൗസ്റ്റീന വിശുദ്ധയുടെ ഡയറിക്കകത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ, ബൈബിളില്ലേ കയ്യിൽ? ഈ ചേട്ടൻ്റെ കയ്യിൽ ബൈബിൾ എന്തേ? എടുത്ത് വടിയിലൊക്കെ വെച്ച് പേനയൊക്കെ എടുത്ത് എന്നിട്ട് നിവർന്നിരുന്നേ അല്ലേ, നമുക്ക് സമയം പെട്ടെന്ന് കടന്നു പോകുന്നു. ഫൗസ്റ്റീന ഒരിക്കൽ കുർബാന സ്വീകരിക്കാനായിട്ട് ഇങ്ങനെ അച്ഛൻ കുർബാനയും കൊണ്ട് വരുമ്പം ഫൗസ്റ്റീന ദർശനത്തിൽ കാണുകയാണ്, ചുരുക്കം ചില ആൾക്കാരുടെ നാവിലേക്ക് കുർബാന എടുത്ത് വെക്കാൻ നേരത്ത് ആ ഓസ്തി ജീവനുള്ള ഈശോയായിട്ട് മാറുന്നു. ഒരുപാട് പേരുടെ നാവിലേക്ക് തിരുവോസ്തി എടുത്ത് വെച്ചപ്പം അങ്ങനെ തന്നെ നിർജീവമായ അപ്പമായിട്ട് കാണപ്പെടുന്നു. ഫൗസ്റ്റീനയുടെ നാവിലേക്ക് അച്ഛൻ തിരുവോസ്തി എടുത്തപ്പോൾ ഉണ്ണീശോ ഇങ്ങനെ തുള്ളിക്കളിച്ചുകൊണ്ടാണ് ഇനി വരുന്നത്. ഫൗസ്റ്റീന കണ്ണടച്ച് ഈശോ ചോദിച്ചു, എന്താ കർത്താവ് ഇങ്ങനെ മാറ്റം? പക്ഷഭേദം കാണിക്കുന്നതാണ്. അപ്പൊ ഈശോ പറയുകയാണ്, മോളെ, നിന്നെപ്പോലെ ജീവനുള്ള വിശ്വാസത്തോടെ എന്നെ സ്വീകരിക്കുന്ന ഒരു ചുരുക്കമാണ്. അതുകൊണ്ട് എനിക്ക് അനേകരിലേക്ക് നിർജീവമായ ഒരു അപ്പക്കഷ്ണമായിട്ടേ പോകാൻ പറ്റുന്നുള്ളൂ. ഒരേ കർത്താവിനെ തൊട്ട് പക്ഷേ ശക്തി ഒഴുകി ഒരാളിലേക്ക് എന്ന് പറഞ്ഞ പോലെ ഒരേ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുന്നു അനേകർ. എത്ര പേരിലേക്ക് ശക്തി ഒഴുകുന്നുണ്ട്? നമ്മൾ സ്വീകരിക്കുന്ന ആളിൻ്റെ വിശ്വാസവും സ്നേഹവും ദാഹവും പോലെയാണ് അത് ലഭിക്കുക. അത് രണ്ടാം പ്രമാണത്തിനകത്ത് വരുന്ന കാര്യമാണ്. പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ ദൈവവചനം എല്ലാം അങ്ങനെ എടുത്തേ. ഒരു പള്ളി, ജപമാല, വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ, ഒരു പ്രാർത്ഥന, കുർബാനയിലെ പ്രാർത്ഥനയും ഗീതങ്ങളും, ദൈവത്തിൻ്റെ നാമം വഹിക്കുന്ന ഇതെല്ലാം. അതുകൊണ്ട് തന്നെയാണ് ദൈവനാമം അഭിഷക്തർ, അച്ഛന്മാര്, സിസ്റ്റേഴ്സൊക്കെ പരസ്യമായിട്ട് വേറെ വേഷവും ധരിച്ച് തമ്പുരാന്റെ പേരും വഹിച്ചുകൊണ്ട് നടക്കുന്നവരാ. വ്യക്തിപരമായിട്ട് ജീവിതത്തിന് പോരായ്മയും കുറവുകളും ഒക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും. പക്ഷെ അവർ പരസ്യമായിട്ട് ദൈവത്തിന്റെ നാമം വഹിക്കുന്നുണ്ട്. അപ്പൊ അവരെ നമ്മൾ നിന്ദിക്കുകയോ പുച്ഛിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ വികാരിച്ചനെ പറ്റി ആ പൊണ്ണത്തടിയിൽ നിന്നോ എന്തെങ്കിലുമൊക്കെ കൂട്ടി പറയാൻ പോയാ ആ വികാരിച്ചം വഴി ആ കുടുംബത്തിലേക്ക് ഒരു കൃപയും വരികയല്ല, വരത്തില്ല, തടഞ്ഞു പോകും. വികാരിച്ചനെ ഒരു പെണ്ണത്തടിയനായിട്ട് കാണുന്ന ഒരു അപ്പനും അമ്മയും കുടുംബാംഗങ്ങളും ആ അച്ഛൻ്റെ ശുശ്രൂഷയിലൂടെ എന്നാ കിട്ടും? അടഞ്ഞു പോവുകയാണ്. അതാണ് രണ്ടാം പ്രമാണത്തിന്റെ ലംഘനത്തിന്റെ തലങ്ങളാണ്. ദൈവവചനത്തെ, വിശുദ്ധ ഗ്രന്ഥം, പുസ്തകം പോലും നമ്മളൊരു ആദരവോടെ സൂക്ഷിക്കണം. അതിന് മൂട് വേറെ ഒന്നും കയറ്റി വെക്കരുത്. നമ്മളെവിടെ വെച്ചാലും കേൾക്കാൻ വലിയ അലങ്കരിക്കപ്പെട്ട സ്ഥലങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും വെക്കുന്നിടത്ത് മേശപ്പുറത്ത് പല പുസ്തകമുണ്ട്, ബൈബിൾ വേണം ഏറ്റവും മുകളിൽ വെക്കാം, അതിന് മുകളിൽ വേറെ കയറ്റി വെക്കരുത്. അതൊക്കെ കുഞ്ഞു കാര്യങ്ങളാണ്. അതാണ് കായലിനോട് തമ്പുരാൻ പറഞ്ഞത്, ഉചിതമായിട്ട് പ്രവർത്തിച്ചാൽ നീ സ്വീകാര്യനാവുകയില്ലേ. ബലി അർപ്പിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, അത് എങ്ങനെ അർപ്പിച്ചു. ജ്ഞാനത്തിന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യം അല്ലേ, അത് 10-ഓ 6-ആണെങ്കിൽ ഇപ്പോൾ മാറിപ്പോവാതെ. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവര് വിശുദ്ധരാകും എന്നൊരു വചനം. ജ്ഞാനം 6:10 വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും. വിശുദ്ധിയോടെ ചെയ്യാനുള്ള ബോധ്യവും താല്പര്യവും ഇല്ലെങ്കിൽ അങ്ങോട്ട് വരാതിരിക്കുക, അതാ പിന്നെ നല്ലത്. ഒരുക്കമില്ലാതെ കുർബാന സ്വീകരിക്കുക വഴി നിങ്ങളിൽ പലരും രോഗികളും ദുർബലരുമായി, ചിലരൊക്കെ മരിച്ചു പോവുക പോലും ചെയ്തിരിക്കുന്നുവെന്ന് അപ്പോസ്തലൻ എഴുതിയിട്ടുണ്ട്. എവിടെ? 1 കൊരിന്തോസ് 11:27 മുതലുള്ള തിരുവചനങ്ങളില്. 1 കൊരിന്തോസ് 11:27 മുതൽ 1 കൊരിന്തോസ് 11:27 തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവന് കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നു. ഇത് ഇങ്ങനൊരു തെറ്റ് നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് കുമ്പസാരിച്ചിട്ടുണ്ടോ? നമ്മുടെ കുമ്പസാരത്തിന്റെ കുറിപ്പ് എഴുതുന്ന പേജ് എപ്പോഴും നമുക്ക് കൈയെത്തുന്നിടത്ത് വേണം. അയോഗ്യതയോടുകൂടി ആരെങ്കിലും കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നു. നമ്മൾ ഏറ്റു പറയേണ്ട ആവശ്യമുണ്ടോ? കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് പല പ്രാവശ്യം. ഒരുക്കമില്ലാതെ, ശ്രദ്ധയില്ലാതെ കുർബാന സ്വീകരിക്കാനാണ് ഏക വഴി. അങ്ങനെ ഏറ്റു പറയണം. അങ്ങനെ ഉണ്ടോന്ന് പരിശോധിച്ചിട്ട്.
ഇതിൽ ഓരോ കുർബാന സ്വീകരണവും പുതിയ ഒരു സ്നേഹത്തിളക്കത്തോടും വിശ്വാസ അടുപ്പത്തോടും കൂടെ നമ്മൾക്ക് നടത്താൻ പറ്റണം. അങ്ങനെ കയറി 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 വരണം ഈശോയുള്ള അടുപ്പത്തിൽ. അങ്ങനെ നമ്മൾ അതുവഴി വളരേണ്ടത്. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് കരുത്തനായിട്ട് ദൈവം തന്നിരിക്കുന്നതാണ്. ഇവിടെ താഴോട്ട് വരുമ്പോൾ നമ്മൾ വായിക്കുകയാണ്, അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിന് ശേഷം 1 കൊരിന്തോസ് 11:28 ഓരോരുത്തരും ആത്മശോധന ചെയ്തതിന് ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. അതുകൊണ്ട് നമ്മൾ കുർബാന സ്വീകരണത്തിന് മുമ്പ് സീറോ മലബാർ കുർബാനയിൽ മുട്ടുകുത്തി ദൈവമേ എന്നോട് കരുണ തോന്നണേ എന്ന് പറഞ്ഞ് ഞങ്ങൾ അയോഗ്യരാണ്, തീർത്തും അയോഗ്യരാണ്, കർത്താവേ ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണേ, ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. നിത്യം കുർബാനയിലാണെങ്കിൽ കുർബാനയുടെ ആരംഭത്തിൽ തന്നെ ദൈവമേ അങ്ങയോടും സഹോദരൻ നിങ്ങളോടും അല്ലേ തെറ്റ് ചെയ്തു പോയി, എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ എന്ന് പറഞ്ഞ് മാപ്പ് ചോദിച്ച് അച്ഛനൊരു ഭാവമോചന ആശീർവാദം കൊടുത്തിട്ടാണ് കുർബാനയിലേക്ക് കയറുക തന്നെ. അങ്ങനെ അനുതാപത്തിന്റെ അങ്ങനെ ഒരുങ്ങി വിവേചിച്ചിട്ട് വേണം കുർബാനയിലേക്ക് വരാൻ. അതില്ലാതെ നമ്മൾ വരുമ്പം തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. കുർബാന നമ്മൾ ചൊല്ലുന്നുണ്ട്, ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരം തിരുത്ത് ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകരുതേ. നിങ്ങളിൽ പലരും 30-ാം വാക്യം വളരെ ഗൗരവമാണ്. നിങ്ങളിൽ പലരും രോഗികളും ദുർബലരുമായിരിക്കുന്നതിനും ചിലർ മരിച്ചു പോയതിനും കാരണം ഇതാണ്. അപ്പൊ കുർബാന സ്വീകരിക്കാനാണ്. കായേന് കൊലപാതകയായത് ബലിയർപ്പിക്കാൻ പോയത് കൊണ്ടാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പത്രോസിന്റെ പ്രസംഗം കേൾക്കാൻ പോയതുകൊണ്ട് അനന്യാസും സപ്പീറായും മരിച്ചു വീണത് എന്ന് പറഞ്ഞ പോലത്തെ ഒരു യുക്തി ഇവിടെ കിടപ്പുണ്ട്. കായേൻ ബലിയർപ്പിക്കാനായിട്ട് തയ്യാറായതുകൊണ്ടാണ് കൊലപാതകയായിട്ട് മാറിയെന്ന് പറഞ്ഞ അങ്ങനെ ഒരു കണക്ഷൻ കിടപ്പുണ്ട് അവിടെ. അതിന്റെ ലോജിക്ക് അത്ര കറക്റ്റ് അല്ലെങ്കിൽ പോലും. അവരിവിടെ നിങ്ങളിൽ പലരും രോഗികളും ദുർബലരുമായിരിക്കുന്ന ചില മരിച്ചു പോയതിന് കാരണം ഇതാണ്. കുർബാന സ്വീകരിക്കാൻ വന്നതാണ് കാരണം. അത് ഉചിതമല്ലാതെ ചെയ്തു. അതുകൊണ്ട് അത് ഒരു ജാഗ്രത നമുക്ക് വേണം. എന്ന് വെച്ചാൽ ഒന്ന് കുമ്പസാരിച്ച ഒന്നേ കുർബാന സ്വീകരിക്കുള്ളൂ എന്നുള്ളതല്ല. നമ്മൾ കുമ്പസാര ആവശ്യത്തിന് എടുക്കണം. ഒരു മാസത്തിലൊന്നെങ്കിലും കുമ്പസാരിക്കാതെ നമ്മൾ നേരെ നടക്കുകയല്ല ആത്മീയമായിട്ട്. അത് ഇച്ചിരി കരുത്തോടെ നടക്കണമെങ്കിൽ 2 ആഴ്ചയിലൊന്ന് കുമ്പസാരിക്കുക എന്നുള്ള ശീലം വെക്കണം. ഒരു 10 ദിവസം ആകുമ്പോൾ അതിന് കുമ്പസാരത്തിന് നോക്കുക. ഒരു 15 തികയുന്നതിന് മുമ്പ് കുമ്പസാരിക്കുക. 8-ാം ദിവസം വെച്ച് കുമ്പസാരിക്കാനായിട്ട് നോക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾ കരുത്തിൽ വളരും. അഴുക്ക് മാറുമ്പോൾ പരിശുദ്ധാത്മ നിറവ് കൂടി കിട്ടും. പ്രാർത്ഥിക്കാൻ എളുപ്പമാകും. ഇവിടെ കുമ്പസാരം അടുക്കൽ എടുക്കണം. ബുദ്ധിമുട്ടാണോ? ഇപ്പൊ എത്ര രൂപയോ കുമ്പസാരത്തിന് ഫീസ് കൂടിയോ? കുമ്പസാരം സൗജന്യമാണ്. വിശുദ്ധ കുർബാന സൗജന്യമാണ്. ദാനമായി കിട്ടി, ദാനമായി കൊടുക്കാൻ ഈശോ പറയുന്നതിനകത്ത് വരുന്നതാണ്. പണം കൊടുത്ത് മേടിക്കേണ്ടതായിരുന്നു വിശുദ്ധ കുർബാനയെങ്കിൽ ആരെ കൊണ്ട് മേടിക്കാൻ പറ്റും? സേറ്റൻ വർഷിപ്പേഴ്സൊക്കെ 10,000-10,000 രൂപ കൊടുത്തൊക്കെ ഒരു കുദാശ ചെയ്ത വസ്തു വാങ്ങിക്കണമെന്നൊക്കെയാണ് പറയുന്നത്, അവഹേളിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് വിശുദ്ധ കുർബാന ആദരവോടുകൂടെ. കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ, യോഹന്നാന്റെ സുവിശേഷം യോഹന്നാൻ 6-ാം അധ്യായത്തില് യോഹന്നാൻ 6-ല് 53-ാം തിരുവചനം. യോഹന്നാൻ 6:53 ഈശോ പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. ജീവൻ ഇല്ലാത്തതിന് പറയുന്ന പേരെന്താണ്? ശവം. അപ്പൊ തമ്പുരാൻ കുർബാന സ്വീകരണം ഇല്ലാത്തവരെ വിളിക്കുന്നത് എങ്ങനെയാ? ഇല്ലേ? എത്ര ഗൗരവമാ. പക്ഷെ അവിടെ നല്ല വാക്കുപയോഗിച്ച് പറഞ്ഞേക്ക, ജീവൻ ഉണ്ടായിരിക്കുകയില്ല. ചില ഭംഗിയായിട്ട് പറഞ്ഞെന്നേ ഉള്ളൂ. നേരെ തെളിച്ച് പറഞ്ഞാൽ നിങ്ങൾ ശവങ്ങളായിരിക്കും. കുർബാന സ്വീകരണമില്ലാത്ത വ്യക്തി ദൈവിക ജീവനില്ല. തമ്പുരാന്റെ കണ്ണുകൾക്ക് മുമ്പിൽ ശവമാണ്. ചിലപ്പോഴൊക്കെ ജീവശവങ്ങളുണ്ട്. പത്രത്തിൽ ചിലപ്പോൾ വല്ലപ്പോഴും കിട്ടുന്നൊരു വാർത്ത വായിക്കാറുണ്ട്. ആരോടും മക്കളോടും എല്ലാം വഴക്കടിച്ച് അയൽക്കാരോടും പിണങ്ങി ആരെയും കൂട്ടാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ചില വല്യപ്പച്ചന്മാർ ഒറ്റയ്ക്ക് ഇങ്ങനെ എല്ലാവരും വാശിയും വൈരാഗ്യവും, ആരോടും ബന്ധമില്ല, ആരെയും ഭരിക്കാതെ കയറ്റിയല്ല.
പക്ഷെ കുറച്ചാളായിട്ട് ഏതാണ്ട് 2 ദിവസമായിട്ട് ഈ ആളിനെ പുറത്ത് കാണുന്നില്ല. ആൾക്കാരോടത്തിന് എവിടെ പോയോ, മകന്റെ വീട്ടിൽ പോയോ, മകന്റെ വീട്ടിൽ പോയോ. പിന്നെ സംശയം വന്നിട്ട് ആൾക്കാർ വന്ന് നോക്കുമ്പോൾ ഉണ്ട്, ജനാലെ കൂടെ എത്തി നോക്കിയപ്പോൾ ഉണ്ട് പെരയ്ക്കകത്ത് കിടപ്പുണ്ട്, അനങ്ങത്തില്ല. പെട്ടെന്ന് പോലീസുകാരെയൊക്കെ കൂട്ടി കഥക് ചവിട്ടിപ്പൊടിച്ച് തുറന്ന് കയറി ചെല്ലുമ്പം ചിലപ്പം മരിച്ചു പോയിരിക്കും, ചിലപ്പം മരിച്ചിട്ടില്ല. ഉറുമ്പരിച്ച് മൂക്കിലും വായിലും കണ്ണിലും ചെവിയിലും എല്ലാം ഉറുമ്പ് പൊതിഞ്ഞിരിക്കുന്നു. ശരീരം അവിടെ ഇവിടെയൊക്കെ ഇതാ തൊലി പോയി, എലി കരണ്ട്, അങ്ങനെ ചോരയൊലിച്ച് അവിടെ ഉറുമ്പെല്ലാം ആയിട്ട് ശ്വാസമുണ്ട്, കണ്ണ് തുറന്ന് നോക്കുന്നുണ്ട്. ഇത് ജീവശവമാണ്. ശവമായി പോയിട്ടില്ല, ജീവനുണ്ട്. പക്ഷേ ജീവനുണ്ടെങ്കിലും ശവത്തിന്റെ അവസ്ഥയാണ്. നമ്മളിവിടെ ഇരിക്കുമ്പോൾ കാലിൽ ഉറുമ്പ് കടിച്ചാൽ നമ്മൾ മറ്റേ കാലോട്ട് തൂക്ക് വെച്ച് കൊടുക്കും, അതിൻ്റെ ഇടപാട് തീരും. ഒരു കത് കടിച്ചാലോ റടി വെച്ച് കൊടുക്കും, ചതഞ്ഞു പോകും. ഈ ജീവശവമായിട്ട് കിടക്കുന്ന വല്യമ്മച്ചിയുടെ മേത്ത് കയറി ഉറുമ്പ് കടിക്കുക. വല്യമ്മച്ചിക്ക് നോവുന്നുണ്ട്, തൂത്ത് കരടുന്നുണ്ട്, പക്ഷെ കൈ പൊങ്ങുകയല്ല. കാലേ വന്ന് എലി കടിക്കുന്നു, നോക്കിയപ്പോൾ കണ്ടു എലി അതിലെതിരെ തള്ളയും കൊച്ചും എല്ലാം കൂടെ വരുന്ന കടിക്ക്. ഓടിച്ചു വിടണമെന്നുണ്ട്, പക്ഷെ ഏക്കാൻ ഊരില്ല, കൈ എടുക്കാൻ പറ്റുന്നില്ല, ഊരില്ല. ഊരെന്ന് പറയുന്നത് ജീവനാണ്. ഊര്, കരുത്ത്, ശക്തി, ജീവൻ. ഒരു ഊരില്ലെന്ന് പറഞ്ഞ ഒരു ജീവനില്ല. ഇതന്നെ ഒരു ജീവനില്ലാത്ത പോലെ. ഈ അപ്പം ഭക്ഷിക്കുന്നില്ലേ, നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ജീവനില്ല, ഊരില്ല. അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ മൊത്തത്തിലുള്ള തീമിലേക്ക് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞില്ലേ പിശാചിന് അവകാശമായി കിട്ടിയ സ്ഥലത്തെപ്പറ്റി നമ്മൾ കണ്ടു. ഒരു മനുഷ്യൻ ചക്കയിടാൻ പോവാന്ന് വിചാരിച്ചു. ഇത് നീണ്ട തോട്ടിയായിട്ട് പ്ലാവിൻ്റെ ചോട്ടിൽ പോയി ചക്കയുടെ ഞെട്ടയിലോട്ട് എത്താൻ നോക്കിയപ്പം ഒരു അരയടിയും കൂടെ കുറവുണ്ട്. മാക്സിമം ഉന്തി പിടിച്ചിട്ട് എത്തുന്നില്ല. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നടന്നപ്പോൾ അവിടെ എന്തോ മണ്ണിച്ചിട്ട് പൊങ്ങിയിരിക്കുന്ന ഒരു പുറ്റ് പോലെ. ആ പുറ്റിന്റെ മുകളിൽ കയറി നിന്നിട്ട് അങ്ങേര് ചക്ക ഇങ്ങനെ ഇടാൻ നോക്കുമ്പോൾ ഉണ്ട് ഈ പുറ്റിന്റെ മുകളിൽ ഇച്ചിരി പൊട്ടിയിട്ട് അതിനകത്തു നിന്നുള്ള ഉറുമ്പെല്ലാം അങ്ങോട്ട് വന്ന് കാലെ കടിക്കാൻ തുടങ്ങി. ഇങ്ങനെ നിന്നുകൊണ്ട് തൂത്തിട്ട് നടക്കുന്നില്ല, എത്തുന്നില്ല. എന്നാ ചെയ്യും? തോട്ടി അങ്ങ് താഴെ വെച്ചിട്ട് അങ്ങനെ പുറ്റിന്റെ അവിടെ നോക്കിച്ചിട്ട് അവിടെ ഒന്നുകിൽ കുറച്ച് കല്ല് മണ്ണെടുത്തിട്ട് ആ പൊത്തെല്ലാം അങ്ങ് അടച്ചു, അല്ല കുറച്ച് മണ്ണെണ്ണ അങ്ങ് ഒഴിച്ചിട്ട് അവനെ മുഴുവൻ ശരിയാക്കിയിട്ട് അതിന്റെ മുകളിൽ കല്ലും കൂടെ കയറ്റി വെച്ചിട്ട് അവിടെ കയറി ചക്ക കിട്ടുണ്ടാവും, വീട്ടിൽ പോയി വേവിച്ചു തിന്നും. ഈ പുറ്റിന്റെ പുറത്തായി വെല്ലുമിച്ച കൊണ്ട കിടന്നെങ്കിലോ ജീവശവം. പിശാചിന് അവകാശമായി കിട്ടിയ സ്ഥലം പുറ്റിനകത്ത് കട്ടുറുമ്പിരിക്കുന്ന പോലെ അവിടെ ഇരിക്കുകയാണ്. അങ്ങോട്ട് കുർബാന സ്വീകരണം ഇല്ലാത്ത ഒരു വ്യക്തി ചെന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ ജീവശവമായിട്ട് കിടക്കുന്ന വെല്ലുമിച്ചെ കൊണ്ട് കട്ടുറുമ്പിന്റെ പുറ്റെ കൊണ്ട് വെക്കുന്ന പോലെയാണ്. തിന്മയ്ക്ക് അവകാശം കിട്ടിയ പറമ്പില്, വീട്ടില് ഒരു മനുഷ്യൻ താമസിക്കാൻ ആരംഭിക്കുന്നു. അങ്ങേര് ജീവശവമാണ്. തമ്പുരാന്റെ കാഴ്ചയിൽ കുമ്പസാരമില്ല, കുർബാന സ്വീകരണമില്ല, പ്രാർത്ഥനയില്ല. ആ വ്യക്തിയുടെ ജീവിതം എങ്ങനെയായിരിക്കും അവിടെ മുന്നോട്ട് നീങ്ങുക? ഇങ്ങനെയുള്ള ബന്ധങ്ങളും കിടപ്പുണ്ട് കുർബാന സ്വീകരണത്തിന് നമ്മുടെ പ്രായോഗിക ജീവിതവുമായിട്ട്. അതുകൊണ്ട് പതിവായിട്ട് വന്ന് കുമ്പസാരി ചൊരുങ്ങി കുർബാന സ്വീകരിക്കുക. 2 കാര്യം അതിനകത്തുണ്ട്. പരമാവധി കുർബാന സ്വീകരിക്കാൻ വരണം. അതുകൊണ്ടാണ് നാടായ നാട് മുഴുവനും സഭയിലൂടെ ദൈവ അൾത്താറുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, പള്ളി അച്ഛന്മാരെ. ഇത് സഭയുടെ അടിസ്ഥാന ശൈലിയാണ്, പ്രവർത്തന ശൈലി, ശുശ്രൂഷയുടെ അടിസ്ഥാനപരമായ കാര്യമാണ്. ഏറ്റവും ആദ്യം സഭയുടെ സാന്നിധ്യം സ്ഥലത്ത് വരുമ്പം ഉണ്ടാകുന്ന ഒരു അൾത്താര, അതിനു വേണ്ടി ഒരു പള്ളി, അൾത്താരയുടെ ബാക്കിയായിട്ട് സക്രാരി, അൾത്താരയിൽ ഉദാശ ചെയ്യുന്ന തിരുശരീരം രോഗിക്ക് കൊടുക്കാനൊക്കെ വേണ്ടി വെക്കാൻ സക്രാരി, അതിനുവേണ്ടി ഒരു അച്ഛനെ വെക്കും, പള്ളിമുറി, അത് അങ്ങനെ ബാക്കി കാര്യങ്ങളെല്ലാം. എന്തിനാണിത്? ഇതിലൂടെയേ ആ നാട്ടിലുള്ള ജനങ്ങള് പൈശാചികമായ കെണികളെ ചെറുത്ത് നിൽക്കാനുള്ള ആരോഗ്യമുള്ളവരായിട്ട് വരുള്ളൂ. ഇതാണ് ഒറിജിനൽ പ്ലാൻ. ഇന്നത് വന്ന് നമ്മളിതെല്ലാം തലതിരിഞ്ഞ് പോയിച്ചിട്ട് പള്ളിയിൽ നമ്മൾ വരിക എന്നുള്ളത് വികാരിച്ചതിന്റെ ശല്യം കാരണം നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. വന്നില്ലെങ്കിൽ അച്ഛൻ പിന്നെ കല്യാണത്തിന് വരുമ്പോൾ അല്ലെ കുറിയുടെ കാര്യം വരും, പിടിക്കും, അപ്പുറം പിടിക്കും, ഇപ്പുറം പിടിക്കും. അവിടെ എങ്ങനെയെങ്കിലും ചെന്ന് അവിടെ ഒന്ന് കയറി നിൽക്കണം, അച്ഛനെ തല കാണിക്കണം.
അല്ല ശരിയാവുകയല്ല. വല്ലപ്പോഴും ഒന്ന് കുർബാന സ്വീകരിക്കാൻ ചെന്നില്ലേ ആൽബസ് പുസ്തകത്തെ ഹാജരടിയെന്ന് അച്ഛൻ പറയുന്നു. അത് വലിയ കുഴപ്പമാണെന്നൊക്കെയാ മരിച്ച അടക്കുകയെന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട്. എന്നാൽ പിന്നെ കുർബാന സ്വീകരിച്ചേക്കാം. കുമ്പസാരിക്ക പോലും ചെയ്യാതെ വർഷങ്ങളായിട്ട് നടന്നിട്ട് കല്യാണത്തിന് അങ്ങനെ തന്നെ ഒന്ന് കുർബാന സ്വീകരിച്ചിട്ട് പിന്നെ കൊച്ചിന്റെ ആദ്യ കുർബാന സ്വീകരണത്തിന് അങ്ങനെ തന്നെ വരുന്ന ആൾക്കാരുമുണ്ട് അച്ഛനെ കാണിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്തൊരു മടിയാ കുമ്പസാരിക്കാൻ, കുർബാന സ്വീകരിക്കാൻ വരാൻ. പള്ളി പോയി നമ്മൾ താഴെ കയറി കൈ കെട്ടി നിൽക്കുന്നു. അന്നല്ല, ഇവിടെ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളെ തന്നെയാണ് വഞ്ചിക്കുന്നത്. നമുക്കുള്ള വലിയ സഹായങ്ങളാണ് നമ്മൾ അവഗണിച്ച് കളയും, നമ്മൾ അറിയുന്നില്ല. ഇതാണ് അതിന്റെ യഥാർത്ഥ വശങ്ങൾ. കുമ്പസാരിക്കാൻ ആൾക്കാർ ഇച്ചിരി കുറച്ച് വരുന്ന അച്ഛന്മാർക്ക് എളുപ്പം, ശരിയല്ലേ? കുമ്പസാരക്കൂട്ടിരുന്ന് ഒത്തിരി പേര് കുമ്പസാരിക്കാൻ പറഞ്ഞവരൊക്കെ അച്ഛന്മാർക്ക് നടുവഴിക്കും. ഇതെല്ലാം കേട്ടിരിക്കുന്ന ഒരു സുഖമുള്ള കാര്യമല്ല, ഒരു സുഖമുള്ള കാര്യമല്ല. കുമ്പസാരം കേട്ടിരിക്കുക, ആവശ്യമുള്ള ഉപദേശം കൊടുക്കുക, ഇരുന്ന് മറിയുന്നതിന്റെ അങ്ങനെ. പിന്നെ കേട്ട് ഇങ്ങനെ അഴുക്ക് കാര്യങ്ങൾ തന്നെ കേട്ടിരിക്കാന്ന് പറയുന്നത് ഭാരപ്പെടുത്തുന്ന അനുഭവമാണ്. അച്ഛന്മാർക്ക് അങ്ങനെ നോക്കുമ്പോൾ എളുപ്പം സംസാരിക്കാൻ വരാതിരിക്കുന്നതാണ്. പക്ഷേ തമ്പുരാന്റെ പദ്ധതി എന്നാ നമ്മളിത് മനസ്സിലാക്കണം. അതുകൊണ്ട് കുർബാന സ്വീകരണം ഒന്ന് നമ്മൾ നിവൃത്തിയുണ്ട് എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കാൻ അണയണം. നിന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ തീരാൻ നീ ആഗ്രഹിക്കുന്നുണ്ട്. ഒരിക്കലും എൻ്റെ അടുത്തൊരു ഞാൻ പ്രധാനം ധരിക്കുമ്പോൾ എൻ്റെ സുഹൃത്തച്ഛൻ വേറെ ഇടവകയിൽ നിന്ന് എന്നെ വിളിച്ചാ, ഞങ്ങളുടെ കൈക്കാരൻ്റെ മോന് വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. അവന് കൊച്ചാ, 7 8 6 7 പഠിക്കുന്ന കൊച്ചാ, ആങ്കൊച്ച്. അവനിങ്ങനെ വയലൻ്റാവുന്നു, ഓടി നടക്കുന്നു, ഇറങ്ങി ഓടുന്നു, ഏതാണ്ടെല്ലാം പ്രശ്നമാണ്. അച്ഛനൊന്ന് അവനെ ഒന്ന് കാണാവോ, ഒന്ന് പ്രാർത്ഥിക്കാവോ? അപ്പം ഞാൻ അച്ഛൻ്റെ പറഞ്ഞു, അച്ഛാ വിട്, അച്ഛനൊരു വേണ്ടപ്പെട്ട കൈക്കാരനെന്ന് പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേഗം വിട്. അങ്ങനെ കൈക്കാരൻ ഈ മോനെ കൂട്ടിക്കൊണ്ട് വന്നു. ഈ മോനെ വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തപ്പം എനിക്ക് മനസ്സിലായി ഈ മോനിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ പിന്നെ അപ്പനെ വിളിച്ച് സംസാരിക്കാണ്ടിരുത്തി. ചോദിച്ചപ്പോൾ അപ്പനെ കുമ്പസാരവും എല്ലാം കുർബാന പള്ളിയിലെല്ലാം ചേർന്ന് പോകുന്ന നല്ല കൈക്കാരനായിട്ട് ഇങ്ങനെ വർഷങ്ങൾ ഒത്തിരി അച്ഛന്മാർക്ക് ഇങ്ങനെ ചേർന്ന് പോകുന്ന ആളാ. പക്ഷെ കുറെ സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പം അങ്ങേര് പറഞ്ഞു, അച്ഛാ ഞാൻ 10-20 വർഷമായിട്ട് കള്ളക്കുമ്പസാരം നടത്തുന്നത്. എന്നാന്ന് വെച്ചാൽ അങ്ങ് തിരിച്ചു പറഞ്ഞത് അച്ഛന്മാരുമായിട്ട് ഒത്തിരി അടുപ്പം. അപ്പൊ ഒരു വർഷം ഒരു അവസരത്തിൽ എന്തോ കുമ്പസാരിക്കണം, അച്ഛൻ്റെ അടുത്ത് തന്നെ കുമ്പസാരിക്കേണ്ട സാഹചര്യം വരുന്നു. അങ്ങേർക്ക് എന്തോ ഏറ്റു പറയാൻ മടുപ്പുള്ള ഏതാണ്ട് പാപമൊക്കെ ഉണ്ടായിരുന്നു. വികാരിച്ചൻ്റെ അടുത്ത് ഒത്തിരി അറിയാവുന്ന അച്ഛൻ, പരിചയമുള്ള അച്ഛൻ. അപ്പം അവിടെ വന്ന് കുമ്പസാരിച്ചപ്പം ആ പാപങ്ങൾ അങ്ങ് മറച്ചു വെച്ച് കുമ്പസാരിച്ചു. എന്നിട്ട് പോയി കുർബാന സ്വീകരിച്ചു. പിന്നെ അത് അങ്ങനെ അങ്ങ് തുടർന്ന് ആ പാവം പിന്നെ ഒരിക്കലും ഒരിടത്ത് ഏറ്റു പറഞ്ഞില്ല. അതുമുതൽ ഇങ്ങനെ കള്ളക്കുമ്പസാരമായിട്ട് പള്ളിയിലെല്ലാത്തിനും ചേർന്ന് നടക്കുകയാണ്. ഞാനതെപ്പറ്റി ബോധ്യം കൊടുത്തു. അങ്ങേർക്കത് ബോധ്യം എടുത്തു. ഉള്ളിലൊരു നൊമ്പരം കിടപ്പുണ്ടായിരുന്നു ശരിക്കും അതിൻ്റെ. പക്ഷെ അതങ്ങ് ഞാൻ ചെയ്യാൻ ഓർത്തു, പക്ഷെ ചെയ്തില്ല. അങ്ങനെ അങ്ങ് വർഷങ്ങൾ പോയി അത്ര തന്നെ. ആ മനുഷ്യനെ കുമ്പസാരിപ്പിച്ച് വിടുതൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ കൊച്ചിന്റെ പ്രശ്നം ഈസി ആയിട്ട് തീർന്നു. ഇതുപോലെ ഞാൻ വേറെയും കേസുകൾ കണ്ടിട്ടുണ്ട്. എനിക്ക് ഗൾഫിൽ നിന്നൊരു മനുഷ്യനെ പ്രാർത്ഥിക്കാൻ, അതും ഭർത്താനത്തായിരിക്കും ഇവിടെ കൊണ്ടുവന്നു. അങ്ങനെ അവിടെ കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങേര് താമസിക്കുന്ന സ്ഥലത്തേക്ക് അറിഞ്ഞുകൂടാ. കരിസ്മാറ്റിക് ടീമുകളെ വരുത്തുന്നു, ധ്യാനങ്ങൾ നടത്തിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കൂട്ടായ്മ നടത്തുന്നു, ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കുന്നു, സ്തുതിപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ ലീഡർഷിപ്പ് കൊടുക്കുന്നു. പക്ഷേ കുറച്ചു നാളായിട്ട് അങ്ങേർക്ക് ഏതാണ്ട് സമനില തെറ്റിയപ്പോൾ അറിയാം. അതുകൊണ്ട് വീട്ടുകാരെല്ലാം കൂടെ ബലമായിട്ട് പിടിച്ച് നാട്ടിൽ കൊണ്ടുവന്നിരിക്കുക. അപ്പോൾ സൈക്കാട്രിക്ക് ചികിത്സയ്ക്ക് കൊണ്ടുപോകാനായിട്ട്, മാനസിക രോഗത്തിന് കൊണ്ടുപോകാനായിട്ട് അവർ കൂടുതൽ ആർക്കോ ഒരു ചിന്ത ഉണ്ടത് പ്രാർത്ഥിച്ചിട്ട് പോയാൽ മതി, മാനസിക രോഗം അല്ലായിരിക്കും. അങ്ങനെയാണ് അവരിവിടെ കൊണ്ടുവന്നത്. സഹോദരങ്ങളൊക്കെ കൂടെ ഇച്ചിരി നല്ല അജാനുബാഹുമായ ഒരു യുവാവത്ത് 38-40 വയസ്സ് കാണും. അപ്പൊ അങ്ങേരെ വിളിച്ച് സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പം വർഷങ്ങളായിട്ട് കുമ്പസാരമില്ല. കുർബാന സ്വീകരണമുണ്ട്, പ്രാർത്ഥനയുമുണ്ട്, സകല കാര്യങ്ങളുമുണ്ട്. പക്ഷെ അങ്ങേരെ സഹായിക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. ഞാൻ കുറച്ചൊരു കൗൺസിലിനൊക്കെ പറഞ്ഞ് അവിടെ ഇരുത്തിയിട്ട് ഞാൻ പള്ളിക്കകത്ത് കുമ്പസാരിപ്പിച്ച് വേറെ ആൾക്കാരെ കുമ്പസാരിപ്പിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ മുറ്റത്തോട് ഇറങ്ങി ഓടുന്ന കണ്ടു. പിന്നെ മറ്റുള്ളവരെന്നെ വന്ന് വിളിച്ചു ഒരു ബുധനാഴ്ചയുടെ പ്രാർത്ഥനയ്ക്ക്. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ വയലൻ്റായിട്ട് മുറ്റത്തോട് ഓടുകയാണ്. കൂട്ടത്തിൽ വന്നവരൊക്കെ പിടിക്കാൻ നോക്കി, ഇവിടെ ഉള്ളവരും കൂടെ കുറി പിടിച്ച് എൻ്റെ അടുത്ത് കൂടെ ഞാൻ അങ്ങനെ അടുത്ത് മുറ്റത്തിറങ്ങി നിന്നിട്ട് ഇങ്ങനെ തലയെ കൈവച്ച് പൊക്കമാണ് വലിയ ആള്. ഞാൻ തലയെ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കും ഇങ്ങോട്ട്. ബലമായിട്ട് നോക്കി അവസാനം അങ്ങേര് എന്നെ താടിയൊക്കെ ഒറ്റപ്പെടുത്തുക, ഒരു പിടി വലിച്ചു പറിച്ചെടുത്ത് പിടിച്ച പിടി അങ്ങ് വലിച്ച് ഒരു വശം പറഞ്ഞങ്ങ് പോയി. അപ്പോഴേക്കും അവരെല്ലാം കൂടെ അങ്ങനെ പാക്ക് ചെയ്ത് കൊണ്ടുപോയി.
അത് പിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ, എങ്ങനെ പോയി എങ്ങനെ അവസാനിച്ചെന്ന് അറിഞ്ഞുകൂടാ. നമ്മുടെ ഈ ദൈവികമായ കാര്യങ്ങൾ അലംഭാവം ചെയ്യരുത്. അതുവഴി നിങ്ങളിപ്പോൾ രോഗികളായിരിക്കുന്നു, ദുർബലരായിരിക്കുന്നു, മരിച്ചു പോയിരിക്കുന്നു, അനാദരവായിട്ട് കയറിയ. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നമ്മൾ വളരെ പ്രസിദ്ധമായ ഞടുക്കമുണ്ടാക്കുന്ന ഒരു വചനം കിടപ്പുണ്ടല്ലോ, 27-ാം തിരുവചനം. യോഹന്നാൻ 13:27. യൂദാസ് അപ്പക്കഷ്ണം ഈശ്വര കരത്തിൽ നിന്ന് സ്വീകരിച്ചു, അപ്പം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനെ പ്രവേശിച്ചു. അങ്ങനെ തന്നെ യോഹന്നാൻ എഴുതി വച്ചിരിക്കുക. എന്തൊരു ഞടുക്കം തോന്നുന്ന കാര്യമാണ്. ഈശോയുടെ 3 വർഷം നടന്ന് അന്ത്യത്താഴത്തിന് ഈശോയുടെ അപ്പം ഇരുന്ന്, ആ അപ്പം വിശുദ്ധ കുർബാനയാണോ അല്ലയോ എന്നൊക്കെ അല്പം തർക്കം വ്യാഖ്യാതാക്കൾക്കിടയിലുണ്ട്. കാരണം ഇവിടെ യോഹന്നാൻ സുവിശേഷം കുർബാന സ്ഥാപിക്കുന്ന പേര് അതിന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ അപ്പം ഈശോ കയ്യിൽ വാങ്ങിച്ചത് കുർബാനയായിട്ട് ഈശോയുടെ ശരീരമാണോ അല്ലയോ എന്നുള്ളത് വ്യക്തമല്ല. എങ്കിലും അന്ത്യത്താഴത്തിന് ഈശോ മുറിച്ചു കൊടുത്ത അപ്പം എന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഈശോയുടെ ശരീരം തന്നെയാണ്. ഇനി അല്ലെങ്കിൽ തന്നെ ഈശോയുടെ കൈയിൽ നിന്ന് അപ്പം മേടിച്ചത്, ഈശോയുടെ കൈ കൊണ്ട് തൊട്ട ഈശോ മുറിച്ചെടുത്ത് കൊടുത്ത അപ്പമല്ലേ, ആ അപ്പം സ്വീകരിക്കുമ്പോൾ എങ്ങനെ സാത്താൻ കയറും? അപ്പൊ അതാണ് പൗലോസ് അപ്പോസ്തലൻ അപ്പുറത്ത് പറഞ്ഞിരിക്കുന്നത്. അയോഗ്യതയോടെ സ്വീകരിക്കുക വഴി നിങ്ങൾ പലരും അശുദ്ധര, രോഗികൾ, ദുർബലരും മരിക്കുക പോലും ചെയ്തിരിക്കുന്നു. സാത്താൻ കയറുന്ന അനുഭവം വരും. അതാ ഞാനീ പറഞ്ഞ ആ കൊച്ചിനെ കൊണ്ടുവന്ന കൈക്കാരനും ഗൾഫിൽ നിന്ന് വന്ന പ്രാർത്ഥനക്കാരനും ഒക്കെ സംഭവിക്കുന്നത് എങ്ങനെയാണ്? വിശുദ്ധമായ കാര്യം. അപ്പൊ നമ്മൾ കുമ്പസാരത്തിലേക്ക് വരുമ്പം 2-ാം പ്രമാണത്തിന്റെ തലം ശ്രദ്ധിക്കുക. എവിടെയെങ്കിലും ഞാൻ അനാദരവായിട്ട് പെരുമാറിയിട്ട് ഒരരിശം വന്ന് എടുത്തെറിഞ്ഞു, ചവിട്ടിത്തൂത്തു, ബൈബിള്, വിശുദ്ധരുടെ ചിത്രം, കൊന്ത, അത് പിന്നെ ഒരു അരിശത്തിന്റെ ഇരുന്നാൽ ഏറ്റു പറയണം. നമ്മൾ അനാദരവായിട്ട് വേറെ ചെയ്യുന്നുണ്ടോ? ജപമാല എടുക്കുമ്പോൾ ഞാൻ പലപ്പോഴും പറയും, ഓർക്കുന്നൊരു കാര്യമാണ്, കുരിശെടുത്ത് ആദ്യം കൈപ്പിടിക്കണം, എന്നിട്ട് വേണം കൊന്ത ചെല്ലാനായിട്ട്. ഇങ്ങനെ അല്ലെങ്കിൽ എന്നാന്ന് ചോദിച്ചാൽ വേറെ പ്രമാണമൊന്നുമല്ല, നിയമമൊന്നുമല്ല. പക്ഷേ പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ കൊന്ത ചൊല്ലി പോകുമ്പോൾ ഈ കുരിശ് ഇങ്ങനെ കിടക്കും, എന്നിട്ട് ഇങ്ങനെ വെച്ച് കൈ അവിടെ വെക്കും, ഇവിടെ വെക്കും, ചിലപ്പോൾ അവിടെ കൊണ്ട് ചൊറിയും. ഈ കുരിശ് ആൾക്കാരുടെ വിരലിനടയ്ക്കും കാലിനടിയിലും നിരത്തും എല്ലായിട്ട് വലിച്ചു പെറുക്കി ഇങ്ങനെ കിടക്കുക. അത് കാണുന്നവർക്കത് വലിയൊരു അനാദരവാണ്. ചെല്ലുന്ന വ്യക്തി അറിയുന്നില്ല. എപ്പോഴും കൊന്ത എടുക്കുമ്പോഴേ കുരിശെടുത്ത് കൈപ്പിടിക്കുക, ഒരു മുത്തം കൊടുത്തിട്ട് ഇങ്ങനെ പിടിച്ച് ചെല്ലുക. അതൊരു ശീലമാക്കി എടുക്കണം. അല്ലെങ്കിൽ പള്ളികളൊക്കെ പ്രത്യേകിച്ചും കാണാം, ഇങ്ങനെ കൊന്ത നിരത്തറയിട്ട് കുരിശിന്റെ രൂപമല്ലേ, അങ്ങനെ. അതൊക്കെ കുഞ്ഞു കാര്യങ്ങളാണ്. പക്ഷെ അതിനകത്തൊക്കെ ഒരു ഉചിതമായ പെരുമാറ്റമുണ്ട്, ഉചിതമായ പെരുമാറ്റം. ഞാൻ എടുത്തപ്പോഴാണ് ഈ ബെനഡിക്റ്റ് മെഡൽ, അതെനിക്ക് പറയാൻ വന്ന വിട്ടുപോയി, നമുക്കിനി പറയാൻ അവസരം കിട്ടും, എനിക്ക് അറിഞ്ഞുകൊണ്ട് ഇപ്പം അത് ശ്രദ്ധ വന്നപ്പോൾ ഞാനത് നിങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഈ ഞാൻ പറഞ്ഞില്ല, ഗീവർഗീസിന്റെ ചിത്രങ്ങളുടെ കരുത്ത് പറഞ്ഞ കൂട്ടത്തിൽ നമുക്കുള്ള വലിയൊരു കരുത്താണ് ഈ ബെനഡിക്റ്റിന്റെ മെഡൽ. സഭയിൽ ഇങ്ങനെ ഒരു പൈശാചിക അരുവികൾക്കെതിരെയുള്ള പ്രത്യേക ഒരു അഭിഷേകമുള്ള ഏക മെഡലാണ്, അല്ല ഇങ്ങനത്തെ ഒരു വസ്തു ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒന്ന് ബെനഡിക്റ്റ് പുണ്യാൻ തിന്മേൽ ശക്തികൾക്കെതിരെ പ്രത്യേക വരം കിട്ടിയ ഒരു വിശുദ്ധനായിരുന്നു. 5-ാം നൂറ്റാണ്ട് ജീവിച്ചിരുന്നതാണ്. 3 വർഷം ഒരു ഗുഹയിൽ പോയി തപസ് ചെയ്ത്, അങ്ങനെ അത് വിശുദ്ധന്റെ ജീവിതം അങ്ങനെ. അപ്പൊ വിശുദ്ധന്റെ സാന്നിധ്യത്തിലും നാമത്തിലും ഒക്കെ ഒത്തിരി വിടുതലുകൾ ഉണ്ടായപ്പം ആ വിശുദ്ധന്റെ അനുയായികള് ആ വിശുദ്ധന്റെ കാലത്ത് അവർക്ക് കിട്ടിയ ദൈവിക സഹായം തുടർന്നും കിട്ടുന്നതിന് വേണ്ടിയിട്ട് വിശുദ്ധന്റെ രൂപം ഒരു വശത്ത് കാണിച്ച്, ഒരു മെത്രാനായിരുന്നു, ആബട്ടായിരുന്നു, മറുവശത്ത് കുരിശ്, ഇങ്ങനൊരു മെഡൽ സംവിധാനം ചെയ്തു. ഈ മെഡലില് എന്നിട്ട് പിശാചിനെതിരെയുള്ള ചില പ്രാർത്ഥനകൾ, 2 പ്രാർത്ഥനകളും ഉണ്ട്. അപേക്ഷാരൂപത്തിലുള്ള പ്രാർത്ഥനയും ആജ്ഞാരൂപത്തിലുള്ള പ്രാർത്ഥനയും ലത്തീനിൽ ഉള്ള പ്രാർത്ഥനയുടെ ചുരുക്ക് അക്ഷരങ്ങൾ ഇതിന്റെ 2 വശത്തായിട്ട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ മെഡൽ ഉപയോഗിക്കുമ്പം നമുക്കൊരു ബഹിഷ്കരണ പ്രാർത്ഥനയുടെ കരുത്ത് ഇതിൽ ഉണ്ട്. 2-ാം പ്രമാണത്തിന്റെ കാര്യം പറഞ്ഞ പോലെ ഇത് നമ്മൾ ആ വിശ്വാസത്തോടെ അറിഞ്ഞെടുക്കണം. അല്ല മാജിക്കലായിട്ടുള്ള ഒന്നും സഭയിലില്ല. വിശ്വാസത്തിലൂടെയാണ് ഏത് കാര്യം ഓണാകുന്നത്. സഭയിൽ അങ്ങനെയാണ്, മാജിക്കലായിട്ടൊന്നുമില്ല, നമ്മുടെ ഉള്ളു ചേർത്തെടുക്കുമ്പോഴാണ്. അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്, കർത്താവിന്റെ കുരിശ് എനിക്ക് പ്രകാശമായിരിക്കണമേ, ആയിരിക്കട്ടെ. സാത്താൻ എന്നെ ഒട്ടും നയിക്കാതിരിക്കട്ടെ. ലെറ്റ് നോട്ട് ദ ഡ്രാഗൺ ബി മൈ ഗൈഡ്, ദ ഹോളി ക്രോസ് ബി മൈ ലൈറ്റ്. അങ്ങനെ ഒരു വശത്ത്. മറുവശത്ത്
സാത്താനെ, നിന്റെ ദുഷ്പ്രേരണകള് എന്റെ അടുക്കൽ നീ ഓതണ്ട. നീ പറയുന്ന തിന്മ, നീ പറയുന്നതെല്ലാം തിന്മയാണ്. ആ തിന്മ നീ തന്നെ നിന്റെ വിഷം വിഴുങ്ങുക. പിന്നെ വാദേ റെത്രോ സത്താന, ബിഗോൺ സൈറ്റൺ, സാത്താനെ നീ വിട്ടുപോവുക. അത് ആജ്ഞാരൂപത്തിലുള്ളതാണ്. 3 കാര്യം. സാത്താനെ നീ വിട്ടുപോവുക, നിന്റെ ദുഷ്പ്രേരണകള് എന്റെ പക്കൽ നീ ഓതണ്ട, നിന്റെ വിഷം മുഴുവനും നീ തന്നെ കുടിക്കുക. അത് കമാൻഡിങ് ആണ്. മറുവശത്ത് കർത്താവിന്റെ കുരിശെനിക്ക് പ്രകാശം, സംരക്ഷണമായിരിക്കട്ടെ, സാത്താൻ എന്നെ നയിക്കാതിരിക്കട്ടെ, അപേക്ഷയാണ്. ഇങ്ങനെ പ്രാർത്ഥന ചേർത്തിരിക്കുന്ന ഒരു മെഡൽ നമുക്ക് വേറെയില്ല. അത് വിശുദ്ധന്റെ പ്രത്യേക വരവ് അതിനകത്തുണ്ട്. കുരിശിന്റെ ശക്തി ഉണ്ട്. ഇതും ചേർത്ത്, കുരിശിനോട് ചേർത്തുള്ള വെടിറ്റിൻ ക്രോസുകളും ഉണ്ട് നമുക്കറിയാം, ചെറുതും വലുതും ഒക്കെ. അത് വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ തെളിച്ചുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന വലിയൊരു കരുത്താണ്. ഞാൻ ആ 52 ദിവസം പ്രാർത്ഥിച്ച പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഒരു ദിവസം പ്രാർത്ഥിക്കുമ്പം എങ്ങനെ നോക്കിയിട്ട് ഈ കൊച്ച് ഫ്രീ ആകുന്നില്ല. പറഞ്ഞു വന്നപ്പോൾ ബെനഡിക്റ്റിന്റെ പേര് പറഞ്ഞപ്പോൾ ഇവിടെ ഞടുങ്ങുന്ന ഞാൻ കണ്ടു. പക്ഷെ അന്നേരം എൻ്റെ ഒരു ബെനഡിക്റ്റിന്റെ മെഡലോ പ്രാർത്ഥനയോ ചിത്രമോ ഒന്നും കയ്യിലില്ല. പേര് മാത്രം പറഞ്ഞപ്പോഴേ എന്നെ ചെയ്യേണ്ടത് ഞാൻ ഓർത്തോർത്ത് വന്നപ്പം എൻ്റെ കഴുത്തേ കിടക്കുന്ന കൊന്തയില് ഒരു മെഡല് പണ്ട് മരിദാസച്ചൻ അച്ഛനെ ആദ്യം പരിചയപ്പെട്ടപ്പോൾ തന്നത് കിടപ്പുണ്ട്. അത് എന്തിന്റെ മെഡലാന്ന് പോലും എനിക്ക് ഒരു നിശ്ചയമില്ല. അച്ഛന് മെഡൽ തന്നു, ഞാനത് കഴുത്തിട്ട്. ബെനഡിക്റ്റ് മെഡലായിരുന്നു അത്. അന്നങ്ങടെ അച്ഛന് പറഞ്ഞത് ചെറിയ ഓർമ്മയുണ്ടെന്നേ ഉള്ളൂ. അത് ഈ വിശ്വാസം ബോധ്യമൊന്നും കിട്ടിയിട്ടില്ലാത്തത് കൊണ്ട് അത് കഴുത്തിൽ അങ്ങനെ കിടക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇതിങ്ങനെ ഒരു തപ്പ്, മനസ്സുകൊണ്ട് തപ്പ്, എവിടെയായത് ബെനഡിക്റ്റിന്റെ ഒരു എന്തെങ്കിലും ഒന്ന് ഇത് വെച്ച് പ്രാർത്ഥിക്കാൻ. അന്നേരം എന്റെ മനസ്സിൽ വന്ന കൊന്തേ കിടക്കുന്ന മെഡല് ബെനഡിക്റ്റിന്റെ ആയിരിക്കുമോ? അപ്പൊ ഞാൻ ഒരു കൈ കൊണ്ട് ഇവിടെ പിടിച്ചിരിക്കുകയാണ്, ആൾക്കാരെ അവിടെ ചുറ്റി പിടിച്ച് ഇങ്ങനെ ഇരുത്തിരിക്കുകയാണ്. ഞാൻ ഒരു കൈയേ ഫ്രീ ഉള്ളൂ. ഞാൻ ഈ കൈ കൊണ്ട് ഇങ്ങനെ ഈ ഉടുപ്പിന്റെ ബട്ടൺ ഒന്ന് ഊരി വെച്ചിട്ട് ഈ കൊന്ത ഇങ്ങനെ തപ്പാൻ തുടങ്ങിയപ്പം അവള് കൈ വിടിയിച്ചിട്ട് എൻ്റെ കൈക്കിട ഒറ്റ തട്ട്. ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ബെനഡിക്റ്റ് മെഡൽ തന്നെയാണ്. പിന്നെ ഞാനത് അവിടെ പിടിച്ചവിടെ ഇരുത്തി ആൾക്കാരൊക്കെ കൂടി ഇത് കൊടുത്ത നൂരാതെ തന്നെ ഈ മെഡൽ എടുത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഞാൻ അങ്ങ് അടുത്ത് അവിടെ നെറ്റിയോരോട്ട് കൊണ്ട് മുട്ടിച്ച് വെച്ച് പറഞ്ഞപ്പോൾ ആസിഡ് ഒഴിക്കുമ്പോൾ കിടന്ന് പൊള്ളുന്ന പോലെ കിടന്നപ്പോൾ അയ്യാറ്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ആ മെഡലിന്റെ ശക്തി നേരെ കണ്ട അനുഭവിച്ചത്. പിന്നെ ഞാൻ ഒരിക്കലും മെഡൽ മാറ്റി വെച്ചിട്ടില്ല. ചില വലിയൊരു മെഡല് ഇത് കിട്ടിയപ്പോൾ ഞാനത് കൊന്തേ വെച്ചിരിക്കുകയാണ്. നമുക്കുള്ളിലൊക്കെ ഒരു ശങ്കയോ ഒരു മടുവൊക്കെ വരുമ്പം ഒന്ന് മുറുക്കെ പിടിക്കുമ്പം ഈ പറഞ്ഞ പ്രാർത്ഥന മുഴുവൻ അങ്ങോട്ട് ചെല്ലുകയാണ്. വിശ്വാസത്തോടെ ചെയ്താൽ സാത്താനായിട്ട് അത് കിട്ടും. അവിടെ അങ്ങനെ അത് ഉപയോഗിക്കുന്ന കഴുത്തെ ധരിച്ചും വീട്ടിലൊക്കെ. നമ്മൾ മെഡൽ ഇവിടെ കുറച്ച് ഇപ്പോഴും ഇവിടെ സ്റ്റോളിലുണ്ട്. നിങ്ങളത് നമ്മൾ അവസാനം ശനിയാഴ്ച രാവിലെ പോകുന്നതിന് മുമ്പ് വെഞ്ചരിക്കാം. അങ്ങനെ നിങ്ങൾ എപ്പോഴെങ്കിലും ഫ്രീ ടൈമിൽ പോയി ആവശ്യമുണ്ട് കുറച്ച് മേടിച്ച് വെക്കുക. ചില വലിയ മെഡലുകൾ അവിടെയുണ്ട്. ഇടയ്ക്ക് പോയപ്പോൾ കണ്ട് ഞാൻ കുറച്ച് മേടിച്ച് വെച്ചിട്ടുണ്ട്. വലുപ്പത്തിലല്ല, പക്ഷെ വലുപ്പമാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അഷ്ടങ്ങളൊക്കെ വ്യക്തമാണ്. അപ്പം ഇതൊരു ആത്മീയ ആയുധം തന്നെയാണ്. പക്ഷെ അത് നമ്മൾ ഈ പറഞ്ഞ ആദരവോടെ വിനിയോഗിക്കണം. നമുക്ക് 2ാം പ്രമാണത്തിന്റെ ആ ഒരു വശം ഒന്ന് അവിടെ അങ്ങോട്ട് വെക്കാം. അതിൻ്റെ കൂട്ടത്തിലൊരു മലാക്കിയുടെ പുസ്തകം എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ അവസാനത്തെ പുസ്തകമാണ്. അത് കഴിഞ്ഞുകൊണ്ട് മത്തായിയുടെ സുവിശേഷം ആരംഭിക്കുന്നു. മലാക്കിയുടെ പുസ്തകത്തില് 1-ാം അധ്യായത്തില് ഈ നേർച്ച കാഴ്ചകളിലൊക്കെ അനാദരവ് കാണിക്കുന്നതിനെ പറ്റിയുള്ള വലിയ താക്കീതുകൾ കിടപ്പുണ്ട് 1-ാം അധ്യായത്തിൽ. പ്രത്യേകിച്ച് 6 മുതലുള്ള തിരുവചനങ്ങളില് അവിടെ പുരോഹിതരെ വിളിച്ച് പ്രവാചകൻ വളരെ രൂക്ഷമായിട്ട് പറയുകയാണ്. 6-ാം വാക്യം, എന്റെ നാമത്തെ നിന്ദിക്കുന്ന പുരോഹിതരെ, സൈന്യങ്ങളുടെ കർത്താവായി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഞാൻ പിതാവാണെങ്കിൽ എനിക്കുള്ള ബഹുമാനം എവിടെ? യജമാനാണെങ്കിൽ എന്നോട് ഭയം എവിടെ? എങ്ങനെയാണ് അങ്ങയുടെ നാമത്തെ ഞങ്ങൾ നിന്ദിച്ചതെന്ന് നിങ്ങൾ ചോദിക്കുന്നു? മലാക്കിയുടെ പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യം. എങ്ങനെയാണ് അങ്ങയുടെ നാമത്തെ ഞങ്ങൾ നിന്ദിച്ചത് നിങ്ങൾ ചോദിക്കുന്നു? മലിനമായ ഭക്ഷണം നിങ്ങൾ എന്റെ ബലിപീഠത്തിൽ അർപ്പിച്ചു. എങ്ങനെയാണ് ഞങ്ങളത് മലിനമാക്കിയത് നിങ്ങൾ ചോദിക്കുന്നു? കർത്താവിന്റെ ബലിപീഠത്തെ നിങ്ങൾ നിസ്സാരമെന്ന് നിങ്ങൾ കരുതി, നിസ്സാരമായിട്ട് കരുതി, ബഹുമാനമില്ലാതെ കരുതി. കാഴ്ചയില്ലാത്ത മൃഗങ്ങളെ നിങ്ങൾ ബലി അർപ്പിച്ചത് തിന്മയല്ലേ? മുടന്നുള്ളതിനെ, രോഗം ബാധിച്ചതിനെ അർപ്പിച്ചത് തിന്മയല്ലേ? അത് നിങ്ങളുടെ ഭരണാധികാരിക്ക് കാഴ്ചവെച്ചാൽ അവൻ സന്തുഷ്ടനാവോ, പ്രീതി കാണിക്കുകയോ ചെയ്യുവോ? എത്ര മൂർച്ചയുള്ള വാക്കുകളാണ്. രാജാവിനെ പ്രീതിപ്പെടുത്താൻ ചെല്ലുമ്പം മുടന്നുള്ളതിന് ചാകാറായതിനെ കൊണ്ട് കൊടുത്താൽ നിങ്ങൾ ചെയ്യുവാൻ ചോദിക്കുകയാണ്. എന്നിട്ട് അങ്ങനെയുള്ളതിനാണ് നിങ്ങൾ നേർച്ചയായിട്ട് കൊണ്ട് പള്ളി കൊണ്ട് തരുന്നത്.
എൻ്റെ ആൾക്കാരെ കൊണ്ട് സമർപ്പിക്കുന്നത്. അല്ല, ഇതൊക്കെ ഒരു പ്രലോഭനങ്ങളുടെ വശമാ അല്ലേ? കൊടുക്കണം, നിറച്ച് നിറന്ന പിന്നെ ചാകാൻ തുടങ്ങുന്നതിനോ വസന്ത പിടിച്ചതിനോ കൊടുത്ത വിഷയം തീർത്തേക്കാം. 13-ാം വാക്യം അവിടെ തന്നെ വീണ്ടും 13-ാം വാക്യം, ഞങ്ങൾ മടുത്തുവെന്ന് പറഞ്ഞ് നിങ്ങൾ എനിക്കൊരു ചീറുന്നു. അക്രമം കൊണ്ട് പിടിച്ചെടുത്തതിനെയും മുടന്തുള്ളതിനെയും രോഗം ബാധിച്ചതിനെയും നിങ്ങൾ കാഴ്ചയെ അർപ്പിക്കുന്നു. നിങ്ങളുടെ കൈകൾ ഞാൻ സ്വീകരിക്കണം. കർത്താവ് ചോദിക്കുന്നു. 14-ാം വാക്യം നോക്കിക്കുകയും, തന്റെ ആട്ടിൻകൂട്ടത്തിൽ മുട്ടാടുണ്ടായിരിക്കും അതിനെ നേരുകയും ചെയ്തിട്ട് ഊനമുള്ളതിനെ കേടുള്ളതിനെ കർത്താവിന് ബലിയർപ്പിക്കുന്ന വഞ്ചകന് ശാപം. ഉചിതമായിട്ടല്ല നിങ്ങൾ ചെയ്യുന്ന അതൊക്കെ പറയുന്നത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ജാഗ്രത എടുക്കണം. ഒരു നിമിഷം ഒന്ന് 2-ാം പ്രമാണത്തിന്റെ വശം ഒന്ന് ഓർത്ത് വേണേ ഒന്ന് കുറിക്കാനും കൂടെ അല്പസമയം എടുത്ത് മനസ്സിൽ വന്ന ഏറ്റുപറയേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ, വിശുദ്ധമായവ വിശുദ്ധിയില്ലാതെ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ടോ? അതുവഴിയായിട്ട് ദൈവാനുഗ്രഹം തടഞ്ഞു പോയിട്ടുണ്ടോ? ദൈവവചനത്തെ ഞാൻ എങ്ങനെ എടുത്തിരിക്കുന്നത്? വിശുദ്ധരുടെ ചിത്രങ്ങളും രൂപങ്ങളും ദൈവനാമം വയ്ക്കുന്ന കാര്യങ്ങൾ, പ്രാർത്ഥനാ ഗീതങ്ങളൊക്കെ തമാശയും പാരടിയായിട്ട് പാടി നടക്കുന്നുണ്ടോ? ദൈവവചനം വളിച്ചൊടിച്ച് തമാശനായിട്ട് അവതരിപ്പിക്കുന്നുണ്ടോ? അതൊക്കെ ചെയ്യരുത്. പാരടി കളിക്കാനും തമാശ കളിക്കാനും ഉള്ള അല്ല വചനം. ദൈവത്തിൻ്റെ നാമം വഹിക്കുന്ന വചനം, ദൈവനാമം വഹിക്കുന്ന അഭിഷിക്തര്, സന്യസ്തര്, അതുപോലെ തന്നെ ദൈവ ശുശ്രൂഷകര്, ധ്യാനത്തിന്, മധ്യസ്ഥ പ്രാർത്ഥന, കൗൺസിലിങ്, ഗാന ശുശ്രൂഷ, അങ്ങനെയൊക്കെ തമ്പുരാന്റെ ശുശ്രൂഷയെ പങ്കുചേരുമ്പോൾ അവരും ദൈവത്തിന് നാമം വഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ധ്യാന കേന്ദ്രങ്ങൾ, സഭാ ശുശ്രൂഷ, അതിനെയൊക്കെ പുച്ഛിക്കാറുണ്ടോ? നിന്ദിക്കാറുണ്ടോ? ഭാഷാപരത്തിലുള്ള പ്രാർത്ഥന ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലായിരിക്കാം, നമുക്കറിയില്ലായിരിക്കാം. മറ്റു ചിലരുടെ പ്രാർത്ഥന നമ്മൾ ഭാഷാപരം കേൾക്കുമ്പോൾ അത് വളരെ വിചിത്രമായിട്ട് തോന്നുന്നുണ്ടാകാം. പുച്ഛിക്കാൻ പോകരുത്, നിന്ദിക്കരുത്. നമുക്കറിയാൻ പാടില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ദൈവത്തോട് ബന്ധപ്പെട്ടതുണ്ട്. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ കാണും. നമ്മുടെ അഭിരുചി വ്യത്യാസമായിരിക്കും. അത് അതേപടി അംഗീകരിക്കുക. ദൈവം എനിക്ക് അറിഞ്ഞുകൂടാ, നിന്ദിക്കരുത്. അറിയത്തില്ലാത്തതിനെ നിന്ദിക്കരുത്. അവർ പ്രാർത്ഥിക്കുന്നത് ഭാഷാപരത്തിൽ പെപ്പെന്നായിരിക്കും. അത് തമ്പുരാന്റെ മുമ്പിൽ അവർ വെക്കുന്ന അവിടെ ഹൃദയം, ദൈവം അത് കേൾക്കുന്ന, ഉത്തരം കൊടുക്കുന്നു. നീ അതിനകത്ത് കയറി ചെയ്യാൻ. റോമാലേഖനത്തിൽ അപ്പസ്തലൻ പറയുന്നുണ്ട്, മറ്റൊരുവന്റെ സേവകനെ വിധിക്കാൻ നീ ആരാ? മറ്റൊരുവന്റെ സേവകനെ വിധിക്കാൻ നീ ആരാ? വേറെ ആരെയും വിധിക്കരുത്. റോമാലേഖനം 2-ാം അധ്യായം 1 തിരുവചനം, അല്ലയോ മനുഷ്യ, നീ ആര് തന്നെ ആയാലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല എന്ന് പറയുന്നു. നമ്മൾ അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് പോയിട്ടുണ്ടോ എവിടെയെങ്കിലും? പിന്നെ വീട്ടിലെ പ്രാർത്ഥനാ മുറിയൊക്കെ ആണെങ്കിൽ ഒരു ആദരവോടുകൂടിയാണ് വെച്ചിരിക്കുന്നത്. രൂപങ്ങളൊക്കെ ചുക്രിയും പിടിച്ച് കീറിപ്പറിഞ്ഞ് പുകഞ്ഞു പെറുക്കി ചതുരം പിടിച്ചിരിക്കുന്നതാണോ എൻ്റെ വീട്ടിലെ പ്രാർത്ഥനാ മുറിയിലെ രൂപങ്ങളും ചിത്രങ്ങളും ഒക്കെ? അതൊരു അനാദരവായിട്ട് വരില്ലേ? അത് പ്രാർത്ഥിക്കാൻ സഹായം ആകുന്നില്ലാത്ത പോലെ കീറിയോ മറിഞ്ഞൊക്കെ പോവുകയാണെങ്കിൽ അത് മാറ്റിയിട്ട്, അത് മാറ്റിക്കൊണ്ടുപോയിട്ട് കീറിക്കളഞ്ഞേരെ, കത്തിച്ച് കളഞ്ഞേരെ. പരസ്യമായിട്ടിട്ട് കത്തിക്കുകയല്ല, ആദരവോടെ കൊണ്ടുപോയി. നമുക്കത് തമ്പുരാന്റെ പക്കലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുപോകുന്നില്ലാത്ത കൊണ്ട് അത് വെക്കേണ്ട ആവശ്യമില്ല. പഴയ പൊട്ടിപ്പോയ കൊന്തകളോ ഒടിഞ്ഞു പോയ രൂപങ്ങളോ ഒക്കെ, കീറിപ്പോയ ഉപയോഗിക്കാൻ പറ്റാത്ത ബൈബിളൊക്കെ എന്നാ ചെയ്യേണ്ടത്? ഈ ബൈബിളല്ലേ എന്നാ ചെയ്യുന്നത്? ബൈബിള് നമുക്ക് ഈ പുസ്തകത്തിന് കടലാസല്ല. നമുക്കത് വചനത്തിലേക്ക് ഇറങ്ങാനും വചനം എടുക്കാനും സഹായിക്കുന്ന അവസ്ഥയിലായിരിക്കുമ്പോഴാണത് ബൈബിള്. അങ്ങനെ അല്ലെന്നായോ അത് ശാന്തമായിട്ട് അപ്പുറത്ത് കൊണ്ട്, ഈ പുസ്തകം പടി നമുക്ക് കിട്ടിയ വെളിച്ചത്തെ ഒക്കെ ഒരു നന്ദി പറഞ്ഞിട്ട് അപ്പുറത്ത് കൊണ്ട് അത് കീറിയിട്ട് കത്തിച്ച് കളഞ്ഞേരെ. അത് അനാദരവില്ല, ഗൗരവത്തോടെ ചെയ്യണം. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? വഴി കൊണ്ടുവച്ച് എല്ലാവരും വിളിച്ച് ബൈബിളാ കത്തിക്കാൻ പോവാന്ന് പറഞ്ഞാൽ അത് വേറെ കാര്യം. മനസ്സിലായോ? നമ്മളത് വേറെ ആരും അറിയേണ്ട ആവശ്യം പോലുമില്ല. അല്ലേ അറിയാവുന്ന ഉത്തരവാദിത്തമുള്ളവർ മാത്രം മതി. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചുമ്മാ കൂട്ടിയിട്ട് വെക്കാറുണ്ട്. ചിലപ്പോൾ നമുക്ക് ശങ്കയുണ്ട്, പൊട്ടിയ കൊന്ത എല്ലാം കൂടെ കിടക്കുക, ഒടിഞ്ഞു പോയ കുരിശും എല്ലാം കിടക്കുക. എന്നാ കാണിക്കുന്നത് അറിഞ്ഞുകൂടാ. അത് ആ ക്രൂശരൂപത്തിന്റെ രൂപം മാറ്റിക്കളയുക. ചെറുതായിട്ട് കണ്ടിച്ച് ഒടിച്ച് മാറ്റിയിട്ട്, അങ്ങനെ ഇരുമ്പ് സാധനമൊക്കെ ആണെങ്കിൽ, അല്ലെ പ്ലാസ്റ്റിക് തടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ മേലെ, അതുകൊണ്ട് ആദരവോടെ കൊണ്ട് കത്തിച്ച് കളഞ്ഞാൽ മതി. അത് അനാദരവില്ല. അങ്ങനെ ചെയ്യണം. അത് അശ്രദ്ധമായിട്ട് അവിടെ ഇവിടെ ഇടരുത്. അതാണ് അനാദരവ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമുക്കൊരു ശ്രദ്ധയും ഗൗരവവും ഒക്കെ വേണം. നിലത്തിട്ട് ചവിട്ടരുത്. ചിലപ്പോൾ നമുക്ക് ഈ മലകയറ്റത്തിനൊക്കെ തീർത്ഥാടന കേന്ദ്രങ്ങളെല്ലാം ഉള്ളൊരു നൊമ്പരം
ഈ മെഴുകുതിരിക്കൂടുകളിലെല്ലാം വിശുദ്ധരുടെ ചിത്രങ്ങൾ, ഈശോയും മാതാവും ഗീവർഗീസും എല്ലാം ഉണ്ട്. എന്നിട്ടത് ഇത് കത്തിച്ചിട്ട് എല്ലാ പുരുഷന്റെ വഴിയുടെ സ്ഥലങ്ങളിലെല്ലാം ഇതിങ്ങനെ വലിച്ചെറിയും. ആൾക്കാരിങ്ങനെ ഈശോയെ വിളിച്ച് വലിയ കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യും, ഈശോയോട്ട് ചവിട്ടി തൂക്കുകയും ചെയ്യും. അത് നമ്മൾ നിസ്സഹായമാണ്. ഞാൻ കാണും പെറുക്കി മാറ്റാൻ നോക്കും. പക്ഷെ ആൾക്കാരിങ്ങനെ ശ്രദ്ധിക്കുന്നത്, നമ്മളത് മെഴുകുതിരിക്കൂടായിട്ടേ കരുതുന്നുള്ളൂ. പക്ഷെ ആ കൂടുകാർ അവരങ്ങനെ വെക്കാൻ പാടില്ലാത്ത, ഈശോയുടെ പടം അടിക്കാൻ പാടില്ലാത്ത, വെറുതെ കവറിൽ എന്തിനാ അടിക്കുന്നേ? പക്ഷെ ഇതൊരു വിഷയമാണ്. നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുകയാണെങ്കിൽ ഇത് ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ പോയി കാണുമ്പോഴെങ്കിലും പെറുക്കി മാറ്റുക, അത് ചവിട്ടാതിരിക്കാൻ. അതൊക്കെ ഒരു ഉചിതമായി ചെയ്യുന്നതിന്റെ ഭാഗമായി ഇതെല്ലാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. വീണ്ടും തിരിച്ചു വന്ന് ഉൽപ്പത്തി 4 അപ്പൊ അവിടെ നമ്മൾ കായേനോട് പറയാണ്, നീ ഉചിതമായി പ്രവർത്തിച്ചാൽ നീ സ്വീകാര്യനാവുകയില്ലേ, നല്ലത് ചെയ്താൽ നീ സ്വീകാര്യമാകും. എന്നിട്ട് പറയുന്ന വാക്ക് 7-ാം വാക്യം നോക്കിക്ക്. ഉൽപ്പത്തി 4:7. നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുകയാണ്. നീ അതിനെ കീഴടക്കണം. കീഴടക്കുന്നില്ല, അത് നിന്നെ കീഴടക്കും. അതാണല്ലോ പോരാട്ടത്തിന്റെ ഒരു വശം എന്നതാ. നീ അവനെ തോപ്പിക്കണം, അല്ലെ അവൻ നിന്നെ തോപ്പിക്കും. അല്ലാതെ ഒരു പരിപാടിയിൽ അവസാനമില്ല. യുദ്ധത്തില് ഒരു കൂട്ടർ ജയിക്കും. അപ്പൊ നിന്നെ തോപ്പിക്കാൻ വേണ്ടി അവൻ നിൽക്കുന്നത്, നീ അതിനെ തോപ്പിക്കണം, അല്ല അത് നിന്നെ തോപ്പിക്കും. അപ്പൊ പാപം വാതിൽക്കൽ പതിയിരിക്കുന്നു. ആ പ്രയോഗം തന്നെ കണ്ടോ, പാപം വാതിൽക്കൽ പതിയിരിക്കുന്നു. ഇങ്ങനെ ഈ 4-ാം അധ്യായത്തിൽ വായിക്കുമ്പം തൊട്ടു പുറകെ 3-ാമത്തെ അധ്യായത്തില് ഉള്ള ഒരു രംഗമാണ് നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നത്. എന്താണ് ആ രംഗം? മരത്തിൽ പതിയിരിക്കുന്ന സർപ്പം. അപ്പൊ പാപം എന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വെറും ഒരു പ്രവൃത്തിയെപ്പറ്റി മാത്രമല്ല, പാപത്തിന്റെ വക്താവായ സാത്താനെ തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്റെ പാപം എങ്ങനെ പതിയിരിക്കുക? ആലങ്കാരിക ഭാഷയല്ല. നമുക്ക് വേണമെങ്കിൽ അങ്ങനെയാണ് എടുത്തു പോകാം. പക്ഷെ നമ്മൾ കോണ്ടക്സ്റ്റ് മൊത്തം നോക്കി കഴിയുമ്പം തൊട്ടപ്പുറത്ത് ഈ പാപമാണ്, പിശാചാണ് അപ്പുറത്ത് പതിയിരുന്നത്. അതിന്റെ അടുത്ത പതിപ്പാണ് ഇവിടെ. പാപം വാതിൽക്കൽ തന്നെ പതിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ പാപത്തിന്റെ പിശാച് അതാണ് ഇങ്ങനെ കായേന്റെ വാതിൽക്കൽ പതിയിരുന്ന് കായേന്റെ ഉപദേശം അവഗണിച്ചു. സാത്താൻ കായേന്റെ ചിന്തയെ കീഴ്പ്പെടുത്തി. കൊലപാതകം.